ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 2 Corinthians chapter 7 verse 1, 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് വീണ്ടും കടന്നു വരുവാൻ അങ്ങൊരുക്കിയ മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. വീണ്ടും നല്ലൊരവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഇന്നത്തെ രാത്രി അങ്ങയുടെ ജനമാകുന്ന ഞങ്ങൾ കേൾക്കേണ്ട സ്വർഗീയ ദൂത് ആലോചന അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് തരുമാറാകണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ശ്രേഷ്ഠമേറിയ ഒരു പ്രവൃത്തി അങ്ങയുടെ ജനമാകുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ, ശുദ്ധീകരിക്കണമേ. ജയത്തോടെ ജീവിതം മുന്നോട്ട് നയിപ്പാനുള്ള ദൈവകൃപ പകരണമേ. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധി നാട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങൾ അതിന് മുകളിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ദൈവവചനം പഠിച്ചിട്ടുള്ള സഹോദരങ്ങളെ, ദൈവവചനം കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ടിട്ടുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വാട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് ദാറ്റ് വി ഹാവ് റിസീവ്ഡ് ഫ്രം ദ ലോർഡ്? എന്താണെന്നറിയാമോ? അത് നമ്മൾ ഇതിനു മുമ്പ് വായിച്ച ഇതിന് മുകളിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമുക്ക് പിതാവായി തീരുമെന്നുള്ളത് വാഗ്ദത്തം. ലോകത്തിലുള്ള സകല മനുഷ്യരും വിശ്വസിക്കുന്നുള്ളൊരു ദൈവമുണ്ടെന്ന്, അല്ലേ? അവരൊക്കെ ദൈവത്തെ വിളിക്കുന്നത് ദൈവമേ എന്നാണ് വിളിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ പോലും ദൈവത്തെ ദൈവമേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അവരുടെ പിതാക്കന്മാരുടെ ദൈവം, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുകയും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ? നമുക്ക് വ്യക്തമായിട്ടറിയാം, അല്ലേ? നമ്മുടെ സ്വന്തം അപ്പൻ്റെ അടുത്ത് വരുന്ന അപ്പനോട് സംസാരിക്കുന്നതും അപ്പൻ്റെ അടുത്ത് കടന്നു ചെന്ന് അപ്പനോടൊരു ആവശ്യം പറയുന്നതും അപ്പൻ്റെ ഭവനത്തിൽ വസിക്കുന്നതും വേറെ ഒരു വ്യക്തിയുടെ അടുത്ത് കടന്നു ചെന്നൊരാവശ്യം പറയുന്നതും അവരുടെ കൂടെ വസിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നന്നായിട്ടറിയാം. പിതാവെന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചാൽ അത്യുന്നതനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും പിതാവായി തീർന്നു എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. ഏത് വാഗ്ദത്തം? അത്യുന്നതനായ ദൈവം എനിക്ക് പിതാവായി ഉണ്ടെന്നും ഞാൻ ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട പുത്രനാണെന്നും നമ്മൾ പുത്രിയാണെന്നും പുത്രനാണെന്നുമുള്ള ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം. അതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ പ്രത്യാശ, മുന്നോട്ടുള്ള ഭാവി, ശുഭഭാവി, ഇതൊക്കെ നമുക്കുള്ളത് കൊണ്ട് വലിയൊരു ലിസ്റ്റ് ഓഫ് പ്രോമിസസ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വാഗ്ദത്തങ്ങളുടെ ഒരു വലിയ പട്ടിക സ്വർഗം നമുക്ക് ദാനമായി തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഈ വാക്യം പറയുന്നത്. എന്താണെന്നറിയാമോ? നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമുക്കറിയാം 2 രീതിയിൽ മക്കളാകാനായിട്ട് പറ്റും. ഒന്ന്, നേരിട്ട് ബയോളജിക്കലായിട്ട് നേരിട്ട് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാകുക. രണ്ടാമത്തെ ഒരു വഴി എന്തെന്ന് ചോദിച്ചാൽ അഡോപ്ഷൻ അല്ലെങ്കിൽ ദത്തെടുക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ ക്രിസ്തുവിൽ ദത്തെടുത്താണ് നമ്മളെ മക്കളാക്കി തീർത്തിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ 4-5 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്
അവിടുന്ന് നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അത് മാത്രമല്ല, തൻ്റെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. വി ഹാവ് ബീൻ പ്രീഡെസ്റ്റിൻഡ് ടു ദി അഡോപ്ഷൻ ഓഫ് ഹിസ് ഓൺ ചിൽഡ്രൻ, ഹിസ് ചിൽഡ്രൻ ബൈ ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ എഴുതിയിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിക്കേ. ഒരു ദത്തെടുത്ത കുഞ്ഞിൻ്റെ ജീവിതം ഒന്ന് ഓർത്തു നോക്കിക്കേ. ഒരു ഭവനത്തിൽ അനാഥനായിരുന്ന ഒരു കുഞ്ഞ്, അപ്പൻ ആരെന്ന് അറിയാതിരുന്ന ഒരു കുഞ്ഞ്, അപ്പൻ ആരാന്ന് അറിഞ്ഞാൽ തന്നെയും കഷ്ടതയുടെ മധ്യത്തിൽ അബാൻഡന്റ് ആയിരിക്കുന്ന, എല്ലാവരാലും കൈവിടപ്പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ ദയ തോന്നി ഒരു വലിയ മനുഷ്യൻ, ധനവാനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഇത് നിന്റെ വീടാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഞാൻ നിന്റെ അപ്പനാണെന്ന് പറയുന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ കുഞ്ഞിന് ഒരു മാറ്റം സംഭവിക്കത്തില്ലേ? ആ കുഞ്ഞിനൊരു സെക്യൂരിറ്റി കിട്ടത്തില്ലേ? ഇതുവരെ തനിക്ക് ആരുമില്ലായിരുന്നു, ഇതുവരെ തനിക്ക് ഒന്നുമില്ലായിരുന്നു, നാളേക്ക് നോക്കുമ്പോൾ തനിക്കൊരു ഭാവിയില്ലായിരുന്നു. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് എന്നെ ദത്തെടുക്കുവാൻ തക്കവണ്ണം ഒരുവൻ കടന്നു വന്നതുകൊണ്ട് എനിക്കിന്നൊരു പിതാവുണ്ട്, എനിക്കിന്നൊരു ഭവനമുണ്ട്, എനിക്കിന്നൊരു ഭാവിയുണ്ട്, എനിക്ക് സ്വത്തുണ്ട്, എനിക്ക് പേരുണ്ട്, എനിക്ക് അഡ്രസ് ഉണ്ട്. മാറ്റമൊന്നുമില്ലേ സഹോദരങ്ങളെ? ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ബയോളജിക്കലായി ആയിരിക്കുന്ന ഒരു മകനെ, സ്വാഭാവികമായി ഒരു മകൻ ഉണ്ടാകുന്ന ആ മകനെ പോലെ ആയിരിക്കുമോ ഒരു ഭവനത്തിൽ ദത്തെടുക്കപ്പെട്ട മകൻ ജീവിക്കുന്നത്? ദത്തെടുക്കപ്പെട്ട മകന്റെ ജീവിതം എന്ന് പറയുന്നത് എന്നും നന്ദിയുള്ള ഹൃദയത്തോടുള്ള ജീവിതമാണ്. ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഈ ഭവനത്തിൽ കൊണ്ടുവന്നല്ലോ, പ്രൈസ് ഗോഡ്. ചിന്തിക്കണമേ. അത് മാത്രമല്ല, ഈ നല്ല മനുഷ്യനെ കാണുമ്പോൾ അവൻ ഇരിക്കാൻ പറ്റത്തില്ല, അവൻ എഴുന്നേറ്റ് നിൽക്കും. ആ മനുഷ്യനെ എപ്പോഴും ഓർക്കും. ആ മനുഷ്യന് വേണ്ടി എന്തും ചെയ്യുവാനുള്ള ആഗ്രഹം അവന്റെ ജീവിതത്തിലുണ്ട്. കാരണം തൻ്റെ അവസ്ഥ മാറ്റിയ ആള്, തനിക്കൊരു ഭാവി ഉണ്ടാക്കി തന്നയാള്, തനിക്കൊരു ഭവനം ഉണ്ടാക്കി തന്നെയുള്ള ആള്. അത് മാത്രമാണോ, താൻ ഇന്ന് ആരായിരിക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് ഈ വ്യക്തിയാണ്. ഇതാണ് അഡോപ്ഷന്റെ പ്രത്യേകത. സഹോദരന്മാരെ, സഹോദരിമാരെ, ക്രിസ്തുവേശുവിൽ ദൈവം നമ്മളെ ദത്തെടുത്ത് തൻ്റെ മകനാക്കി, തൻ്റെ മകളാക്കി മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആ നന്ദിയോടെ നമ്മൾ ജീവിക്കണം. യോഗ്യതയില്ലാത്തടത്ത് നിന്ന് ഹല്ലേലൂയ, കർത്താവേ, ആരെല്ലാവരാലും തള്ളിക്കളഞ്ഞിരുന്ന അവസ്ഥകൾക്ക് ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ കിടന്നിരുന്ന എന്നെ, ഹല്ലേലൂയ, നിത്യനരകത്തിൽ പോകാമായിരുന്ന എന്നെ, ജീവിതത്തിലെ ജന്മം കൊണ്ടായിക്കൊള്ളേ, എൻ്റെ ജീവിതത്തിന്റെ വളർച്ച കൊണ്ടായിക്കോട്ടെ, whether it was because of my birth or upbringing, whatever be it, ഒന്നിനും യോഗ്യതയില്ലാതിരുന്ന എന്നെ തേടി അങ്ങയുടെ സ്നേഹം കടന്നു വന്ന് അങ്ങയുടെ പുത്രനാക്കി, പുത്രിയാക്കി എന്നെ മാറ്റിയല്ലോ. അതാ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം നാം ദൈവസന്നിധിയിൽ നന്ദിയോടെ ജീവിക്കണം നമ്മുടെ ഓരോ ദിവസങ്ങളും. ഇവിടെ പറയുകയാണ്, ഇങ്ങനെ ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം തന്നു. അത് മാത്രമല്ല, റോമാലേഖനം 8:15 പഠിക്കുമ്പോൾ, ഗലാത്യലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അവിടുന്ന് പകർന്നു. പുത്രനെങ്കിലോ അവകാശിയാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവകാശി മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാണ്. യേശുവിന് പിതാവിനുണ്ടായിരുന്ന ആ എല്ലാ അനുഭവങ്ങളും, അല്ലെങ്കിൽ പിതാവിനുണ്ടായിരുന്ന ആ സമ്പത്ത് മുഴുവനും, ആത്മീക സമ്പത്ത് മുഴുവനും, ആ നിക്ഷേപം മുഴുവനും, തൻ്റെ ഇൻഹെറിറ്റൻസ് മുഴുവനും നമ്മളോടൊപ്പം അവിടുന്ന് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അതാ കൂട്ടവകാശിയായി തീരുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമേറിയ പദവിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുക, ആ വാഗ്ദത്തം നിങ്ങൾക്കുള്ളത് കൊണ്ട്, ശ്രേഷ്ഠമേറിയ ഈ ശുഭഭാവിയിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? മുന്നോട്ടുള്ള നാളുകളിൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ദൈവസഭയുടെ തുടക്കം, we know how the church began in the Acts of Apostles. We read that. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നു ദൈവസഭ എങ്ങനെയാ തുടങ്ങിയതെന്ന്. ദൈവസഭ തുടങ്ങിക്കഴിഞ്ഞ ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. ദൈവജനം കൂടി വരുമ്പോൾ ഇപ്പോഴുള്ളതുപോലെയുള്ള അവസ്ഥയായിരുന്നു അന്ന്?
അല്ല, അന്ന് അവർ കടന്നു വരുന്നിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമായിരുന്നു. ഹല്ലേലൂയ. കടന്നു വരുന്ന ജനം ദൈവ സാന്നിധ്യത്തിൽ നിറയുമായിരുന്നു. അവിടെ കർത്താവിന്റെ മഹത്വം എങ്ങനെയാ വെളിപ്പെടുന്നത്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവമഹത്വം വെളിപ്പെടുക മാത്രമല്ല, ഓരോ വ്യക്തികളും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവിന് വേണ്ടി ജീവിക്കുമായിരുന്നു. എന്ത് വിലയും വിശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ജനമുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ മുമ്പിൽ അവർ നിൽക്കും, മരണത്തിന്റെ മുമ്പിലും ധൈര്യത്തോടെ നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജനത്തെ അന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ ഇന്നൊന്ന് ഓർത്ത് നോക്കി, അന്ന് ആ ജനത്തിന് ലഭിച്ചിരുന്ന ഭൗതികമായിട്ടുള്ള റിസോഴ്സസിനേക്കാൾ, അവർക്ക് ലഭിച്ചിരുന്ന വഴികളേക്കാൾ എത്രയോ മടങ്ങ് ദൈവിക ജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നു. അന്നത്തെ ജനത്തിന്റെ കൈ 1-ാമത്തെ നൂറ്റാണ്ടിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ആ ജനത്തിന്റെ കയ്യിൽ ദൈവവചനം എന്ന് പറയുന്ന ഈ പുസ്തകം ഇല്ല. ദേ നെവർ ഹാഡ് എ ബൈബിൾ വിത്ത് ദം. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇന്നുള്ളതിൻ്റെ കൂടെ പ്രീച്ചേഴ്സ് എന്നില്ല, പഠിപ്പിക്കുവാൻ കൊണ്ടുള്ള ടീച്ചേഴ്സ് എന്നില്ല. അതുമാത്രമാണോ, ഇന്നുള്ള റിസോഴ്സസ്, ഇന്റർനെറ്റ് ആയിക്കൊള്ളട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലുമൊക്കെ റിസോഴ്സസോ ജേർണൽസോ റൈറ്റിംഗ്സോ ഇതൊന്നും വന്നില്ല. ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന നമ്മുടെ ആത്മീയ അവസ്ഥയിലേക്ക് ഒന്ന് നോക്കിക്കേ. എന്താ നമുക്കുള്ളത്? ഹല്ലേലൂയ. നമ്മൾ കൂടി വരുന്നിടത്ത് ദൈവമഹത്വം ഇറങ്ങി വരുന്നുണ്ടോ ദൈവജനമേ? നമ്മൾ കൂടി വരുന്നിടത്ത് യഥാർത്ഥമായ കർത്താവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടോ? അത്ഭുതങ്ങളും അടയാളങ്ങളും പലയിടത്തും നടക്കുന്നുണ്ടെന്ന് പറയുകയല്ലാതെ യഥാർത്ഥത്തിൽ നിത്യമായി നിലനിൽക്കുന്ന കണ്ണിന്റെ മുമ്പിൽ തെളിവായി അവശേഷിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തുകൊണ്ട് ദൈവസഭയുടെ മധ്യത്തിൽ നടക്കുന്നില്ല? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതേ അധ്യായത്തിൽ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 14-ാമത്തെ വാക്യത്തിൽ 6:14 മുതൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയായി എന്തൊരു ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിക്കുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് തന്റെ പ്രമാണത്തിലൂടെ നമ്മളോട് ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. നാം ജീവനുള്ള ദൈവത്തിന്റെ മകനായി മകളായി തീർന്നു. എപ്പോഴും ചിന്തിക്കണമേ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ നടക്കുന്ന കാര്യമല്ല. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ക്രമീകരണങ്ങൾ ചെയ്യണം. നിയമപരമായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്, ഉടമ്പടികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ മകളായി ആത്മാവിനാൽ ദത്തെടുക്കപ്പെട്ടപ്പോൾ നമ്മൾ അനുസരിക്കേണ്ടതിന് ദൈവം നമുക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. നാം ആ പ്രമാണത്തിൽ നിന്നെങ്കിൽ മാത്രമേ ആ അഡോപ്ഷൻ അല്ലെങ്കിൽ ദത്തെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മൾ എന്ന് പ്രമാണം തെറ്റിക്കുന്നുവോ, ഹല്ലേലൂയ, എന്ന് ആ നിബന്ധനകളെ ലംഘിക്കുന്നുവോ, അന്ന് നമ്മൾ പിതാവിന്റെ ഭവനത്തിന്റെ പുറത്തായിരിക്കും. ഇവിടെ പറയുകയാണ്, നിനക്ക് പോകുവാൻ ഞാനൊരു വഴി തന്നിരിക്കുന്നു, നീ അനുസരിക്കുവാൻ നിനക്കൊരു പ്രമാണം ഞാൻ തന്നിരിക്കുന്നു, നീ കടന്നു പോകുന്നതിന് വേണ്ടി വ്യക്തമായ മാർഗനിർദ്ദേശം എൻ്റെ വചനത്തിലൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് കൂട്ടായ്മ അനുഭവിക്കേണ്ട വ്യക്തികളുണ്ട്, കൂട്ടുകൂടേണ്ട വ്യക്തികളുണ്ട്, സംസർഗം വരുത്തേണ്ട വ്യക്തികളുണ്ട്. നീ കടന്നു പോകുന്ന ജീവിതത്തിൽ നീ അനുസരിക്കേണ്ടതായിട്ടുള്ള ജീവിതചര്യകളും ജീവിത ശൈലികളുമുണ്ട്. അത് മറന്ന് നീ മറ്റുള്ളവരെ പോലെ പെരുമാറാൻ ആഗ്രഹിച്ചാൽ, മറ്റുള്ളവരുടെ ജീവിത രീതിയിലേക്ക് നീ കടന്നു പോകുവാൻ ആഗ്രഹിച്ചാൽ, എൻ്റെ സാന്നിധ്യത്തിൽ നിന്നും എൻ്റെ ഭവനത്തിൽ നിന്നും നീ പുറത്തായി നിന്നോട് വിലക്കിയിരിക്കുന്ന വഴികളിലേക്ക് നീ പോകുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നീ എൻ്റെ മകനോ മകളോ അല്ലെങ്കിൽ പുത്രനോ പുത്രിയോ ആയി എന്നോട് വസിക്കുവാൻ ഗുണം കഴിയത്തില്ല. ഇവിടെ നോക്കിക്കേ, അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. ഇന്നത്തെ ദൈവമക്കളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ, അവർ പലരും ആരെയും എത്ര ശതമാനമാണെന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. ജീവിതത്തിന്റെ സിംഹഭാഗവും നമ്മുടെ കൂട്ടായ്മകൾ ആരുടെ കൂടെയാണ്, നമ്മുടെ സംസർഗം ആരുടെ കൂടെയാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. കൂട്ടുകാർ തമ്മിൽ കൂടുമ്പോൾ എന്ത് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്ത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കുമോ? ഒന്ന് ചിന്തിച്ചേ. ദൈവത്തിന് കൊടുക്കുവാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല.
താഴേക്ക് വായിക്കുന്നു, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. ഇന്ന് നീതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവജനമാണോ നമ്മുടെ മധ്യത്തിലുള്ളത്? സകലവിധ അനീതിയും ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വന്നിരിക്കുക. ദൈവ പൈതൽ എന്ന് പറയുന്നവരുടെ ജീവിതത്തിലേക്കൊന്ന് സുസൂക്ഷ്മം നോക്കിയാൽ നീതിയേക്കാൾ അധികം അനീതിയിലൂടെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. വാക്കിൽ അനീതി, ചിന്തകളിൽ അനീതി, സംസാരത്തിൽ അനീതി, ലക്ഷ്യത്തിൽ അനീതി, അവരുടേതായിട്ടുള്ള ദർശനങ്ങളിൽ അനീതി, സകലിടത്തും അധർമ്മം നിറഞ്ഞു നിൽക്കുന്നതാണ്. ചിന്തിച്ചു നോക്കിയേ, ദൈവമില്ലാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ നടന്ന അത്ഭുത പ്രവർത്തികളും ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന അനുഭവങ്ങളും എന്തുകൊണ്ട് ഇന്ന് ദൈവജനമെന്ന് പറയുന്നവർ കൂടി വരുന്നിടത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ദൈവം പറഞ്ഞ നിബന്ധനകളെ മനുഷ്യൻ ലംഘിച്ചു. ഹല്ലേലൂയ. ചിന്തിക്കണമേ, എന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഒരു മോൻ പറയാന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരൻ പറയാ, എന്നെ അഡോപ്റ്റ് ചെയ്താ, പക്ഷെ നീ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? അഡോപ്റ്റ് ചെയ്ത ആളുടെ കൂടെ ആണോ താമസിക്കുന്നത്? അല്ലല്ല, ഞാനിപ്പോ വേറൊരിടത്താണ് താമസിക്കുന്നത്. പിന്നെ എങ്ങനെയാ അഡോപ്ഷൻ നിലനിൽക്കും? പിന്നെ എങ്ങനെയാ ദത്തെടുക്കുന്ന പരിപാടി നിലനിൽക്കും? അപ്പന്റെ കൂടെ വസിക്കുവാനും അപ്പൻ പറഞ്ഞു, ഞാൻ നിന്നെ ദത്തെടുക്കാം, പക്ഷേ ഈ പ്രമാണങ്ങൾ നീ അനുസരിക്കണം, ഈ നിബന്ധനകൾ നീ അനുസരിക്കണം, നീ എൻ്റെ കൂടെ കഴിയണം, ഞാൻ പറയുന്ന രീതിയിൽ നീ ജീവിക്കണം, എൻ്റെ മകനാണ് നീ, അതുകൊണ്ട് എനിക്ക് നിന്റെ മേലൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നു, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. നമുക്കറിയാം, വെളിച്ചവും ഇരുളും കൂടെ ഒന്നിച്ച് ഫെലോഷിപ്പ് ചെയ്യത്തില്ല, കൂട്ടായ്മ ചെയ്യത്തില്ല. വെളിച്ചവും ഇരുളുമായിട്ട് ഒന്നിച്ച് കൂട്ടായ്മ ചെയ്യത്തില്ല. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഭവനത്തിലേക്ക് നോക്കിയേ, വെളിച്ചത്തേക്കാൾ അധികം ഇരുട്ടാ. അവിടെ കുടുംബത്തിൽ ഇരുട്ടാണ്, വ്യക്തി ജീവിതത്തിൽ ഇരുട്ടാണ്, സഭയെന്ന് പറയുന്നിടത്ത് ഇരുട്ടാണ്. കർത്താവ് പറയുന്നു, ആ ഇരുട്ടിൽ എങ്ങനെ എനിക്ക് ഇറങ്ങി വരാൻ പറ്റും? ആ ഇരുട്ടിൽ എങ്ങനെ എനിക്ക് വസിക്കാനായിട്ട് പറ്റും? അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, അതുകൊണ്ട് ഈ വാഗ്ദത്തങ്ങൾ ശ്രേഷ്ഠമേറിയതായിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഇരുട്ടിനെ നീക്കണം, ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ നീക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ദൈവ ഭയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധിയെ നീ തികയ്ക്കണം. അന്നത്തെ ജനത്തിനുണ്ടായിരുന്നത് എന്താണെന്നറിയാമോ? ദൈവഭയം. കൃപയെക്കുറിച്ച് അവർ കേട്ടിട്ടില്ലെന്ന്. കൃപയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 50, 60, 70 കൃപ ഉണ്ടായിരുന്നു. പക്ഷെ കൃപയെക്കുറിച്ചുള്ള ദുർവ്യാഖ്യാനങ്ങൾ ദൈവസഭയുടെ മധ്യത്തിൽ പ്രസംഗിക്കപ്പെടുവാൻ തുടങ്ങിയിട്ട്, പ്രചരിപ്പിക്കപ്പെടുവാൻ തുടങ്ങിയിട്ട്, ധാരാളമായി പ്രചരിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 40-50 വർഷങ്ങളെ ആയിട്ടുള്ളൂ. 1-ാം നൂറ്റാണ്ടിൽ ആ ദുരുപദേശം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ശക്തന്മാരായ ദൈവദാസന്മാരുണ്ടായിരുന്നു, ദൈവദാസിമാരുണ്ടായിരുന്നു. ഈ ദുരുപദേശങ്ങളെ ദൈവജനത്തിന് മുമ്പേ തുറന്നു കാണിക്കുവാൻ തക്കവണ്ണം ശക്തരായവർ. ഇന്ന് അങ്ങനെ തുറന്നു കാണിക്കുവാൻ തക്കവണ്ണം ശക്തരായിരിക്കുന്ന ദൈവദാസന്മാരുടെയും ദൈവദാസിമാരുടെയും എണ്ണം തുലവും കുറഞ്ഞു പോയിരിക്കുന്നു. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്നറിയാമോ കൃപയ്ക്ക് ദുർവ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അതിനെ പ്രസംഗിക്കുവാനും അതിനെ പഠിപ്പിക്കുവാനുമുള്ളവർ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പറയുന്നു, എൻ്റെ ജനത്തിന് അത് ഇഷ്ടമാകുന്നു. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, 1-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം. ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ ഒന്ന് നോക്കി, അവരൊക്കെ ന്യായപ്രമാണം പഠിച്ചു വന്നവരാ. അവരൊക്കെ യഹൂദന്മാരായിരുന്നു. ന്യായപ്രമാണത്തിൽ എന്താ പഠിക്കുന്നു എന്നറിയാമോ? യഹോവ ഭക്തിയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ഫിയർ ഓഫ് ഗോഡിനെ കുറിച്ചാണ്. ഏതാണ്ട് 300ഓളം പ്രാവശ്യം, ഓൾമോസ്റ്റ് 300 ടൈംസ് ഈ ഫ്രേസ് ഉണ്ട്, ഫിയർ ഓഫ് ഗോഡ് എന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനത്തിനോട് പ്രമാണങ്ങളിലുണ്ട്. അപ്പോൾ അവരുടെ ചെറുപ്പം മുതൽ തന്നെ യഹൂദന്മാര് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഹോവ ഭക്തിയെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ദൈവ ഭയത്തെ കുറിച്ചാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് ദൈവ ഭയത്തോടുകൂടി ആയിരിക്കണമെന്ന് അവരെ പഠിപ്പിച്ചിരുന്നു. നിന്റെ വാക്കുകൾ സൂക്ഷിച്ചു പറയണം, കാരണം നിന്റെ ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് ദൈവം നിന്റെ അടുക്കലുണ്ട്. നീ ചെയ്യുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം. നീ ചെയ്യുന്നത് ഓരോന്നും കണ്ടുകൊണ്ട് ദൈവം നിന്റെ അടുക്കലുണ്ട്. നീ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു പറയണം, കാരണം നീ പറയുന്ന ഓരോ വാക്കുകളും അവൻ കേൾക്കുകയാണ്. നിന്റെ ഹൃദയത്തിന് അകവും പുറവും അവൻ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പണ്ട് മുതൽ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അവർ ദൈവഭയം പഠിച്ചിട്ടാണ് ദൈവകൃപയിലേക്ക് വന്നത്. ഇന്നോ ദൈവഭയം പഠിക്കാതെ നമ്മൾ കൃപയെക്കുറിച്ച് പറയുന്നത്. ദൈവഭയം ഇല്ലാത്ത ഒരു ജനം കൃപയെക്കുറിച്ച് പാട്ടുപാടുകയാ. ദൈവഭയം ഇല്ലാത്ത ഒരു ജനം കൃപയെക്കുറിച്ച് പ്രസംഗിക്കുക. ദൈവഭയം ഇല്ലാത്ത ഒരു ജനം കൃപയ്ക്ക് വേണ്ടി കൈയടിക്കുക. എന്ത് തരത്തിലുള്ള കൃപ? ദൈവഭയം ഇല്ലാത്ത ദൈവകൃപ എവിടെ? ദൈവവചനത്തിൽ. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കണമേ. ഞാൻ മക്കളാണെന്ന് പറയുന്നു, ഞാൻ മകനാണ്, ഞാൻ മകളാണെന്ന് പറയുന്നു. പക്ഷേ ഞാൻ മകനും മകളുമായത് ക്രിസ്തുയേശുവിലൂടെ ദത്തെടുക്കപ്പെട്ട പ്രക്രിയയിലൂടെയാണെന്നുള്ളത് അവർ മറന്നുപോകുന്നു.
ദത്തെടുക്കപ്പെട്ട മനുഷ്യൻ, ദത്തെടുക്കപ്പെട്ട മകനായിക്കൊള്ളട്ടെ, മകളായിക്കൊള്ളട്ടെ, ഒരു നിബന്ധനയ്ക്ക്, ഒരു നിയമത്തിന്, ഒരു പ്രമാണത്തിന് കീഴ്പ്പെട്ടവരാണ്. അത് ഭൗതിക ജീവിതത്തിലായാലും ശരി, ആത്മീക ജീവിതത്തിലായാലും ശരി. അല്ലെങ്കിൽ എങ്ങനെ ദത്തെടുക്കുന്ന പ്രക്രിയ നടക്കും? നമുക്ക് ചുമ്മാതി ചെന്ന റോഡിൽ കൂടെ കടന്നു പോകുന്ന ഒരു കൊച്ചിന്റെ കയ്യെ പിടിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ പറ്റുമോ ഇന്ന് മുതൽ ദത്തെടുക്കുക? ഇല്ല. അതിന് കോർട്ടുണ്ട്, അതിന് ജുഡീഷ്യറി ഉണ്ട്, അതിന് നിയമങ്ങളുണ്ട്, അതിന് പല പല വശങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവേശിലൂടെ ദത്തെടുക്കപ്പെട്ട നമുക്കും ദൈവവുമായിട്ടൊരു ഉടമ്പടിയുണ്ട്, ഒരു പ്രമാണമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ദൈവസഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം കുറഞ്ഞു പോകുന്നത്. കാരണം ദൈവം വരുന്നില്ല, ദൈവ സാന്നിധ്യം വരുന്നില്ല. ഹല്ലേലൂയ. ദൈവമഹത്വം വരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവിടെ ഉള്ളത് ഇരുട്ടിന്റെ അനുഭവമാണ്, അവിടെ ഉള്ളത് ബലിയാലിന്റെ അനുഭവമാണ്, അവിടെ ഉള്ളത് അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടുന്ന അനുഭവമാണ്. ഇവിടെ വന്ന് 2 മണിക്കൂർ ഇരിക്കും. ഇതിന് ശേഷം എവിടെയാ കാണുന്നതെന്നറിയാമോ? മറ്റു പല സ്ഥലങ്ങളിലുമാണ് നമ്മുടെ കൂട്ടായ്മ. ഒരു പക്ഷേ ദൈവസഭയിലെ സമയം കഴിഞ്ഞാൽ ഉടനെ, ദൈവസഭയിലെ ആരാധന കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത് വേറൊരു കൂട്ടായ്മയിലേക്കാ, വേറൊരു കൂട്ടുകെട്ടിലേക്കാ, വേറൊരു പാർട്ടിയിലേക്കാ, വേറൊരു ഫംഗ്ഷനിലേക്കാ. ദൈവം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഹല്ലേലൂയ. സൺഡേ മോർണിംഗ് ഈ കടന്നു വരും ദൈവത്തെ ആരാധിക്കാനായി, ദൈവ പൈതലാണെന്ന് പറഞ്ഞ് മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ മറ്റേതൊരു മനുഷ്യന് ജീവിക്കുന്നുവോ അതേ വഴികളിലൂടെയാ, അതേ മാർഗത്തിലൂടെയാ, അതേ ലക്ഷ്യമാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം? പണം ഉണ്ടാക്കണം. നമ്മളിൽ പലരുടെയും ജീവിത ലക്ഷ്യം പണം ഉണ്ടാക്കണം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൂടെ നേടണം. നമ്മുടെയും കാര്യം അത് തന്നെയാ, ഭൗതികമായി ചില കാര്യങ്ങൾ നേടണം. അവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഭൗതികമായ സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. നമ്മളിൽ പലരുടെയും ആഗ്രഹം അത് തന്നെയാ. ഞാൻ ഒത്തിരി വിശദീകരിച്ച് പോകുന്നില്ല. നമ്മൾ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്തേ. കർത്താവിൻ്റെ പ്രമാണങ്ങൾ നാം തെറ്റിക്കുമ്പോൾ, കർത്താവിന് വരുവാൻ കഴിയാത്ത അവസ്ഥയിൽ നാം ആയിക്കഴിയുമ്പോൾ, കർത്താവിനെ നാം വിലക്കുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യം എങ്ങനെ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരും? നമ്മൾ മറന്നു പോകരുത്. ഈ റെവറൻസ്, ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവ ഭയം എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു കള്ളൻ പോലീസിനെ പേടിക്കുന്ന പേടിയല്ല. Hallelujah. We know thieves, they fear policemen or they fear the judiciary law. എന്തിനാണെന്നറിയാമോ? Fear of punishment. ശിക്ഷിക്കപ്പെടുമെന്നുള്ള പേടി. ദൈവത്തെ ഭയപ്പെടുന്നത് ശിക്ഷിക്കപ്പെടുമെന്നുള്ള പേടിയല്ല. ദൈവത്തെ ഭയപ്പെടുന്നത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ സ്നേഹിക്കുന്ന അപ്പനെ നമ്മൾ ഭയപ്പെടത്തില്ലേ? ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പനെ അമ്മയൊക്കെ പേടിയല്ലേ? അവർ പേടിക്കുന്നത് എന്തിനാ? കൊല്ലുമെന്ന് പേടിച്ചെന്നോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി റെവറൻസ്. Because of the reverence. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളല്ല, ചില വർഷങ്ങളായി ഒരാളുമായിട്ട് ഇങ്ങനെ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു സഹോദരിയോട് ഞാൻ ഇങ്ങനെ ദൈവവചനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ചില ദൈവസഭയ്ക്കുള്ളിലുള്ള പ്രമാണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ആ സഹോദരി എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ, അവിടുന്ന് എൻ്റെ പിതാവല്ലേ, ഒരപ്പൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നതിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പക്ഷെ ആ സഹോദരി മറന്നുപോയത് എന്താണെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഡോപ്റ്റഡ് ആയിരിക്കുന്ന ഒരു മകൻ പിതാവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്വാഭാവികമായി ജനിച്ച ഒരു മകന്റെ കൂട്ടല്ല. സ്വാഭാവികമായി ജനിച്ചിരിക്കുന്ന മകൻ അപ്പൻ വന്നാലും എഴുന്നേക്കത്തില്ല, അവിടെ തന്നെ ഇരിക്കും. പക്ഷേ ദത്തെടുക്കപ്പെട്ട ഒരു മകൻ ദൂരെ നിന്ന് അപ്പൻ വരുന്നത് കാണുമ്പോഴേ അവൻ ചാടി എണീക്കും. കാരണം എന്നറിയാമോ? ഇപ്പോഴും ആ അപ്പന്റെ സ്ഥാനത്ത്, അപ്പനാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അപ്പന്റെ സ്ഥാനം എന്താണെന്നുള്ള ആ ഭയം, ഇത്ര വലിയൊരു മനുഷ്യൻ എന്നെ മകനാക്കി കൊണ്ടുവന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാ റെവറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റെവറൻസ്. ബഹുമാനം കൊണ്ടുള്ള ഭയം. ഹല്ലേലൂയ. എന്നെ മകനാക്കി തീർത്തെങ്കിലും അവിടുന്ന് ദൈവമാണെന്നുള്ളത് മറക്കരുത്. അവിടുന്ന് നിന്റെ പിതാവാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറം അവൻ സകല സൃഷ്ടികളുടെയും ദൈവമാണ്. ദൂതന്മാർ വിറയ്ക്കുകയോ അവിടുത്തെ സന്നിധിയിൽ, പ്രപഞ്ച ശക്തികൾ വിറയ്ക്കുകയോ അവിടുത്തെ സന്നിധിയിൽ. ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ എന്നെ മകനാക്കി തീർത്തെങ്കിലും അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അവിടുത്തെ നാമത്തെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കും. കാരണം ഒരു യോഗ്യതയും ഇല്ലാത്ത എന്നെ സർവശക്തനായവൻ, അത്യുന്നതനായവൻ തന്റെ മകനാക്കി തീർത്തു. ഹല്ലേലൂയ. We need to reverence God. എന്താ reverence എന്ന് പറയുന്നത്? Reverence means stand in awe. To recognize God's greatness, respond with humility, obedience and worship. Coming into the presence of God with a sense of awe.
അത്ഭുതം മാത്രമല്ല, ഭയം മാത്രമല്ല, അവിശ്വസനീയം മാത്രമല്ല, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരനുഭവത്തിൽ, ഒരു വികാരത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതുകൊണ്ട് അത്യുന്നതനായ ദൈവത്തെ കണ്ടുകൊണ്ട് ഓ എന്ന് പറയുന്നതാണ് റെവറൻസ്. മനസ്സിലാക്കണം, ആ റെവറൻസാണ് നമ്മളെ നയിക്കുന്ന അനുസരണയിലേക്ക്, ഒബീഡിയൻസിലേക്ക്. ആ റെവറൻസ് നമ്മളെ നയിക്കുന്ന ഹ്യൂമിലിറ്റി, താഴ്മയിലേക്ക്. ആ റെവറൻസ് നമ്മളെ നയിക്കുന്നത് വർഷിപ്പിലേക്ക്. എപ്പോഴും വർഷിപ്പ് ചെയ്യേ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, അങ്ങനെ ദത്തെടുക്കപ്പെട്ട ഒരു മകനോട് ചോദിച്ചാൽ നിന്റെ ജീവിതത്തിലെ ഹീറോ ആരാണെന്ന്, അവൻ ആ മനുഷ്യൻ്റെ പേര് പറയും, ഇല്ലേ? എൻ്റെ ജീവിതത്തിലെ ഹീറോ. ഓക്കെ, ആരെ പോലെ ആകാനാണ് നീ ആഗ്രഹിക്കുന്നത്? ആ മനുഷ്യൻ്റെ പേര് പറയും. ആർക്ക് വേണ്ടിയാണ് നീ ജീവിക്കുന്നത്? ആ മനുഷ്യൻ്റെ പേര് പറയും. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹിം. ഇതാണ് വർഷിപ്പ്. ഇതാണ്, ദിസ് ഈസ് കോൾഡ് റെവറൻസ്. ഇതാണ് റെവറൻസ് എന്ന് പറയുന്നത്. സാംസ് 89:7, സങ്കീർത്തനങ്ങൾ 89:7 പറയുന്നു, ദൈവം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ഇതേ ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. God is greatly to be feared in the assembly of his saints. ദൈവജനത്തിന്റെ, വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയപ്പെടുവാൻ തക്കവണ്ണം യോഗ്യനാണ് ദൈവം. God is greatly to be reverenced, or God is greatly to be feared in the company or in the assembly of his saints. എന്ന് പറഞ്ഞാൽ ദൈവജനം കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഏറ്റവും കൂടുതൽ റെവറൻസിലാകേണ്ടത് ദൈവനാമമാണ്. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തണം. ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തണം. ലാഘവത്തോടെ എടുക്കരുത് ക്രിസ്തീയ ജീവിതം, സഹോദര സഹോദരി. ഹല്ലേലൂയ. ഈ ലോകത്ത് മറ്റുള്ളവരെ നോക്കി നിന്റെ ജീവിതത്തെ നീ നയിക്കരുത്. നീ നോക്കുന്നെങ്കിൽ നീ ക്രിസ്തുവിനെ നോക്കണം. നീ നോക്കുന്നെങ്കിൽ അവിടെ നിന്ന് വചനത്തെ നോക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്ക്. നാം ലോകസ്നേഹിയായി പോകുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തോടുള്ള ഉടമ്പടി നാം ലംഘിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ലോകം മാത്രം, ലോകത്തിന്റെ വഴികൾ നാം പിന്തുടരുന്നത്. ദൈവവുമായിട്ടുള്ള ഉടമ്പടി നാം ലംഘിച്ചു. ഹല്ലേലൂയ. മറന്നു പോകരുത്, നമ്മളൊന്ന് മറന്നു പോകരുത് സഹോദരങ്ങളെ. റെവറൻസ് ഓഫ് ഗോഡ്, വി റെവറൻസ് ഗോഡ് നോട്ട് ബിക്കോസ് ഓഫ് ദ വർക്ക്സ് ഹി ഹാസ് ഡൺ, ബട്ട് ബിക്കോസ് ഓഫ് ഹൂ ഹി ഈസ്. നാം ദൈവത്തെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം ചെയ്ത പ്രവൃത്തികളെ കണ്ടല്ല ഭയപ്പെടേണ്ടത്. നമ്മളെല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്ന അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾ കൊണ്ടാണ്. ദൈവം അത് ചെയ്തില്ലേ, ദൈവം ഇത് ചെയ്തില്ലേ, ദൈവം ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചില്ലേ, ദൈവം യോർദാനെ ചിറപോലെ നിർത്തിയില്ലേ, ദൈവം യെറിഹോ മതിലിനെ തകർത്തിട്ടില്ലേ, ദൈവം ഫറവോനെയും അവരുടെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നില്ലേ. ദൈവത്തെ പോലെ ആരുണ്ട്? ദൈവം അത് ചെയ്തു, ദൈവം ഇത് ചെയ്തു, ദൈവം കാറ്റടിപ്പിക്കുന്നു, ദൈവം സുനാമിയെ നിയന്ത്രിക്കുന്നു, ദൈവം ഭൂകമ്പങ്ങളെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ പ്രവർത്തികൾ പറഞ്ഞാണ് നാം ദൈവത്തെ ഭയപ്പെടുന്നത്. പക്ഷെ ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് അവന്റെ പ്രവർത്തികളെ കണ്ടല്ല അവനെ ഭയപ്പെടേണ്ടത്, അവൻ ആരെന്നറിഞ്ഞവനെ ഭയപ്പെടണം. മനസ്സിലായോ സഹോദര സഹോദരി? there is a great difference between them. പ്രവൃത്തികൾക്കാണ് 107 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവൻ തന്റെ വഴികളെ മോശയെയും അവന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ ജനത്തെയും അറിയിച്ചു. പ്രവൃത്തികൾ കാണുന്നത് സാധാരണ ജനമാ, പക്ഷെ വഴികൾ അറിയുന്നത്, അവൻ ആരെന്നറിയുന്നത് അവനെ സ്നേഹിക്കുന്ന ജനമാ. താഴേക്ക് വരുമ്പോൾ ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളോടതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ വഴികളിലേക്ക് കടന്നു വരണം. കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിയണം. അവിടുന്ന് ആരെന്നറിഞ്ഞ്, ബിക്കോസ് ഓഫ് ഹിസ് ഇറ്റേണൽ, ബിക്കോസ് ഓഫ് ഹിസ് സോവറൈനിറ്റി, ബിക്കോസ് ഹി ഈസ് സോ ഓൾമൈറ്റി, ബിക്കോസ് ഹി ഈസ് ഗോഡ്. അതറിഞ്ഞു വേണം നാം ദൈവത്തെ ആരാധിക്കാൻ. അതറിഞ്ഞു വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അതറിഞ്ഞു വേണം ദൈവത്തിന് നമ്മൾ പുകഴ്ച കൊടുക്കുവാനായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹി ഈസ് ഹോളി, ഹി ഈസ് ഇറ്റേണൽ, ഹി ഈസ് ഓൾമൈറ്റി, ഹി ഈസ് റൈച്ചസ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകത്തിലെ ജനങ്ങളൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ്റെ പ്രവർത്തികൾ കണ്ടിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രവർത്തികൾ, അവൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്യണമേ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇത് ചെയ്യണമേ, എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഇത് ചെയ്യണമേ, എൻ്റെ ജോലി സ്ഥലത്ത് ഇത് ചെയ്യണമേ. എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇത് ചെയ്യണമേ, ഇത് ചെയ്യണമേ, ഇത് ചെയ്യണമേ. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം ആ വ്യക്തി ദൈവത്തെ അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണോ അല്ലയോ. ഹല്ലേലൂയ, മറന്നു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രം നാം ജീവിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർത്തവനെ
സർവശക്തനായ ദൈവമാര്, അവിടുന്ന് മഹത്വത്തിൽ നിലനിൽക്കുന്നവനാണ്, അവിടുന്ന് വെളിച്ചമാണ്, അവിടുന്ന് സ്നേഹമാണ്, അവിടുന്ന് നീതിയാണ്, അവിടുന്ന് നിത്യനാണ്, അവിടുന്ന് മഹാപരിശുദ്ധനാണ്, അവിടുന്ന് നീതിയുള്ള ന്യായാധിപതിയാണ്. These are the attributes of God. ഇതറിഞ്ഞു വേണം നാം ദൈവത്തെ ഭയപ്പെടുവാൻ. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ മഹത്വം, ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ്നെസ്. ഹല്ലേലൂയ. അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു പോയിരിക്കണം. ദൈവത്തെ അവന്റെ മഹത്വത്തിലാണ് കാണുന്നത്. വിശുദ്ധാലങ്കാരത്തോടെയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത്. അവന്റെ മഹത്വത്തിൽ. We need to worship the Lord in the beauty of his holiness. അവന്റെ മഹത്വം കണ്ടവനെ ആരാധിക്കണം. നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ സഹോദരങ്ങളെ? ദൈവവചനത്തിൽ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവനെ നീ ഭയപ്പെടേണ്ട. ആ വാക്യം ഞാനൊന്ന് വായിച്ചേക്കാം. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ എഴുതി 10:28. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആരെയാ? മനുഷ്യരെയല്ലേ ഭയപ്പെടുന്നത്? മനുഷ്യരെയല്ലേ നമ്മൾ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ജോലി സ്ഥലത്തെ ഓഫീസറിനെ ഭയപ്പെടും, ജോലി തന്നിരിക്കുന്ന മാനേജറിനെ അല്ലെങ്കിൽ എംപ്ലോയറെ ഭയപ്പെടും, അതുമല്ല പോലീസുകാരനെ ഭയപ്പെടും, നിയമവിഷയമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയപ്പെടും, നമ്മുടെ ചുറ്റുപാടുകളെ എല്ലാം ഭയപ്പെടും, അയൽവക്കക്കാരനെ ഭയപ്പെടും. എല്ലാവരെയും നമുക്ക് പേടിയാണ്, പക്ഷെ ദൈവത്തെ മാത്രം നമുക്ക് പേടിയില്ല. സത്യമല്ലേ അത് സഹോദരങ്ങളെ? ബാക്കി എല്ലാറ്റിനെയും നമുക്ക് പേടിയാ, ഇരുട്ടിനെ നമുക്ക് പേടിയാ, വെട്ടമില്ലാതെ വെളിയിൽ പോകത്തില്ല, പിശാചിനെ നമുക്ക് പേടിയാ അല്ലേ? പിശാച് എന്തെങ്കിലും ആക്രമിക്കും എന്നുള്ള പേടി, രോഗം വരുന്നത് പേടിയാണ് അല്ലേ? കുഞ്ഞുങ്ങളെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഇച്ചിരി വൈകി കഴിഞ്ഞാൽ പേടിയാണ്. ഇതിനെല്ലാം പേടിക്കുന്ന നമ്മൾ ദൈവത്തെ പേടിക്കത്തില്ല. ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, എന്തൊരു വിരോധാഭാസമായത്! ഇവിടെ പറയുകയാണ്, നിന്റെ ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവനെ നീ പേടിക്കണ്ട. ഈ ശരീരത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ തക്കോണം കഴിയുന്നവനെ അല്ല നീ പേടിക്കേണ്ടത്. നിന്റെ സ്വത്തിന് ഹാനി വരുത്തുവാൻ തക്കോണം കഴിയുന്നവനെ അല്ല നീ പേടിക്കേണ്ടത്. നിന്റെ ഭൗതികമായ ചില വിഷയങ്ങളിൽ നിന്നെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ അല്ല നീ പേടിക്കേണ്ടത്. നീ പേടിക്കേണ്ടത് ആരാന്നറിയാമോ? നിന്റെ ആത്മാവിനെയും നിന്റെ ദേഹിയെയും നിത്യനരകത്തിൽ തള്ളിക്കളയുവാൻ കഴിവുള്ളവനെ നീ ഭയപ്പെടണം. ദൈവാത്മാ, യേശു കർത്താവ് പറഞ്ഞ വചനം, അത് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം, മത്തായിയുടെ സുവിശേഷം 28. നമ്മൾ ചിന്തിച്ച് നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? അത് ഈ വചനങ്ങളൊക്കെ നമുക്കറിയാം. ബട്ട് വി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. വി ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. സഭാപ്രസംഗി പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്. സഭാപ്രസംഗിയുടെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സഹോദരങ്ങളെ. 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. എക്ലേസിയാസ്റ്റിസ് ചാപ്റ്റർ 12 വേഴ്സ് 13. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് മാൻ? സ്വർഗത്തിലെ ദൈവം എന്നിട്ട് ആത്മാവിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ലെറ്റ് us come to the conclusion of all the matters. എല്ലാ വിഷയങ്ങളെയും എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് പറയാം, ലെറ്റ് us conclude it. നമുക്കിതെല്ലാം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ അവസാനിപ്പിക്കുന്നത്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. എഴുതിയിരിക്കുകയാണ്, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അതിന്റെ കാരണം അടുത്ത വാക്യം പറയുന്നു, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. God shall bring every work into judgment with every secret thing, whether it be good or whether it be evil. So fear God and keep his commandments, for this is the whole duty of man. ദൈവവചനത്തിൽ എഴുതിയിരിക്കുക, നാം ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. എങ്ങനെ ഭയപ്പെടണം അത് നമുക്ക് അടുത്തൊരു മെസ്സേജ് ഇപ്പം പറയാം, കുറച്ച് കഴിയുമ്പോൾ പറയാം. ഞാനിത് ഇൻട്രൊഡക്ഷൻ പറയുന്നത് കേട്ടോ. ദൈവഭയം എത്രമാത്രം ആവശ്യമാണെന്ന്. ഹൗ മച്ച് വി നീഡ് ടു ഫിയർ ഗാഡ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ദൈവവചനം അറിയാഞ്ഞിട്ടല്ല, നമുക്ക് ഭയമില്ലാഞ്ഞിട്ടാ ദൈവത്തെ. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ഒരു വീട്ടിൽ ഇരുന്ന് കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് അപ്പനെയും അമ്മയും പേടിയില്ലാത്തത് കൊണ്ടല്ലേ?
കുഞ്ഞുങ്ങൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്ന സമയത്ത് കയറി വരുന്നത്, തോന്നുന്നവരുടെ കൂടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പനെയും അമ്മയും പേടിയില്ലാത്തത് കൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് ദൈവമക്കളെന്ന് പറയുന്നവര് തോന്നുന്ന വഴികളിൽ ജീവിക്കുന്നത്? തോന്നുന്ന ജീവിത ശൈലികൾ അവർ പിന്തുടരുന്നത്? തോന്നുന്നവരുമായി കൂട്ടുകെട്ടുന്നത്? ദൈവത്തിന് വചനത്തിന് പ്രമാണത്തിന് നേരെ വിരുദ്ധമായിട്ട് ജീവിക്കുന്നത്? ആരെയും ഭയപ്പെടാതിരിക്കുന്നത്? അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ലത് കൊണ്ടാ. ദൈവത്തെ ഭയപ്പെടുന്നില്ലത് കൊണ്ടാ. കാരണം എത്ര തവണ ദൈവവചനം കേട്ടു, എത്ര തവണ ദൈവത്തിന്റെ കൽപ്പനകൾ കേട്ടു, പിന്നെയും അത് സാരമില്ലെന്നേ. പിശാച് പറയും ഇതൊന്നും സാരമില്ലെന്നേ. കാരണം എന്നാണെന്നറിയാമോ? ഇപ്പോഴും നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്. ഞാനൊരു കാര്യം, ഒരു വാക്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വാക്യം, 50-ാം സങ്കീർത്തനം ഒന്നെടുത്തേ. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ പിടിച്ച ഒരു വാക്യമായത്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീണ്ടും ജനനം പ്രാപിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ പിടിച്ചു കുലുക്കിയ ഒരു വചനമാണ്. ഈ വാക്യം ഒന്ന് കേട്ടേ. 50-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ഇവ ഞാൻ ചെയ്ത് നീ മിണ്ടാതിരിക്കുകയാൽ, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ. ദൈവം പറയുക, നീ ഇതൊക്കെ ചെയ്ത്, എന്തൊക്കെയാണ് നീ ചെയ്തതെന്നറിയാമോ? മുകളിൽ എഴുതിയിരിക്കുന്നു, ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിക്കുവാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുക്കുവാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. ശ്രദ്ധിക്കണമേ, ദൈവമക്കളുടെ സ്വഭാവമായി പറയുന്നത്. വചനം കയ്യിലെടുക്കുക. ഒന്നുകൂടെ വായിക്കാം, ആരെങ്കിലും ഇത് കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, വിക്കറ്റ് പീപ്പിൾ, ദോസ് ഹു ഡോണ്ട് ഒബേ ഗോഡ്, ദോസ് ഹു ഡോണ്ട് ഫിയർ ഗോഡ്. അങ്ങനെയുള്ളവരോട് ദൈവം അരുളി ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നീ എൻ്റെ ചട്ടങ്ങളെ അറിയിക്കുവാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുക്കാനും നിനക്ക് എന്ത് കാര്യമാണ്? നീ അനുസരിക്കുന്നില്ല അതിനെ. പിന്നെ എന്തിന് എൻ്റെ വചനം നിന്റെ വായിലെടുക്കുന്നു? നീ എന്തിന് എൻ്റെ പാട്ടുകളെ പാടുന്നു? നീ എന്തിന് എൻ്റെ നാമം എടുത്തിട്ട് പറയുന്നു ഞാൻ ദൈവവൈതലാണെന്ന് പറയുന്ന കർത്താവ് പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണമേ. നീ എൻ്റെ ചട്ടങ്ങളെ അറിയിക്കുവാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുക്കുവാനും നിനക്ക് എന്ത് കാര്യം? രാവിലെ വൈകിട്ട് വരുന്ന വേദപുസ്തകം വായിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാ? ഈ വേദപുസ്തകം കക്ഷത്തിൽ വെച്ചുകൊണ്ട് നീ അവിടെ എവിടെയും പോകാൻ എന്ത് യോഗ്യതയാ? ഈ വചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ നിനക്ക് എന്ത് യോഗ്യതയാ? കാരണം എന്നറിയാമോ? നീ ശാസനയെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞല്ലോ. കഴിഞ്ഞ നാളുകളിൽ നിന്നോടുള്ള ശാസനയെ നീ വെറുത്തു, എന്നിട്ട് എൻ്റെ വചനത്തെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. ചിന്തിച്ചു നോക്കിയേ. ആ നീയാണ് വചനമെടുത്തുകൊണ്ട് നടക്കുന്നത്. ആ നീയാണ് എൻ്റെ ചട്ടങ്ങളെ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നത്. ആ നീയാണ് നീട്ടി പാട്ടുപാടുന്നത്. ആ നീയാണ് കൈയടിച്ച് ഹല്ലേലൂയ പറയുന്നത്. നിനക്ക് എന്ത് യോഗ്യതയതിന്? കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു. വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നിന്റെ നാവ് വഞ്ചന പടയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇത്രയൊക്കെ ചെയ്തു, ഇതിൽ കൂടുതൽ ചെയ്തു. അടുത്ത വാക്യം കേട്ടെ. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിച്ചു. ഇത് അനേക ദൈവമക്കൾക്ക് വരാൻ പോകുന്ന ആപത്ത്. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എനിക്കൊരു കുഴപ്പവും പറ്റുന്നില്ലല്ലോ, അടിക്കടി എനിക്ക് കയറ്റമല്ലേ മേളിലോട്ട്. പലരും ചോദിക്കുന്നത് എങ്ങനാ? എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എനിക്ക് അഭിവൃദ്ധിയല്ലേ? പിന്നെന്താ ദൈവം എന്നെ പ്രസാദിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ഞാൻ പാപിയാ, ഞാൻ പാപത്തിലാണ് ജീവിക്കുന്നത്, എൻ്റെ കൂട്ടുകെട്ട് ശരിയല്ലെന്ന്, എൻ്റെ വഴി ശരിയല്ലെന്ന്, എൻ്റെ പോക്ക് ശരിയല്ലെന്ന് എന്നും ബൈബിളിൽ എന്നും സഭയ്ക്കകത്ത് വരുമ്പോൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ ഇതാ. പക്ഷെ എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. കർത്താവ് പറയാം, ഇവ നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ പോലെയുള്ളവനാണെന്ന് നീ നിരൂപിച്ചിരിക്കുക. അടുത്ത വാക്യം നോക്കൂ. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുമ്പിൽ അവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. Those who forsake God, I will tear you like anything. None will come and deliver you. ദൈവത്തെ മറക്കുന്നവനെ ഇതോർത്തുകൊള്ളുക, ഞാൻ നിന്നെ ചീന്തിക്കളയും. ചീന്തിക്കളയും എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ പിച്ച് ചീന്തിക്കളയത്തില്ലയോ? അതാണ് ആ റൂട്ട് വേർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചിന്തിക്കളയുക, ടിയറിംഗ് ഇൻ ടു പീസസ്. യു ക്യാൻ നെവർ എവർ പുട്ട് ഇറ്റ് ടുഗെദർ. ദൈവം ആ നാളിനെ കാത്തിരിക്കുക. ക്ഷമിച്ച് ദിവസങ്ങൾ നീട്ടി തന്നിട്ടും നീ മാറുന്നില്ലെങ്കിൽ, നിന്റെ വഴി മാറുന്നില്ലെങ്കിൽ, അവന്റെ ശാസനയെ നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഒരു നാളിൽ അത് സംഭവിക്കും. ഞാൻ ആരെയും ഭയപ്പെടുത്തുകയല്ല. ഡോണ്ട് ടേക്ക് ദിസ് മെസ്സേജ് ആസ് എ കണ്ടംനേഷൻ. വാട്ട് ഗാഡ് പുട്ട്സ് ഇൻ മൈ ഹാർട്ട് ഐ സ്പീക്ക് ഔട്ട്, വെദർ പീപ്പിൾ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം തരുന്ന വചനം. ഞാൻ ഇതൊന്നും ആലോചിച്ച് കടന്നു വന്ന് ഈ വചനം ശുശ്രൂഷ ചെയ്യുന്നയാളല്ല.
ഹല്ലേലൂയ. ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവജനത്തോട് ദൈവിക ആലോചന കൊടുക്കുന്ന സമയത്ത് എനിക്ക് വ്യക്തമായ പ്ലാനുകളുണ്ട്, ഇന്ന മെസ്സേജാ പറയുന്നതെന്ന്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവം കൊണ്ടുവരുന്ന ആലോചനകളെ വിഴുങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ പേജ് മാറ്റി മറ്റൊരു പേജിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല. കാരണം അടുത്ത ഒരു അവസരം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. കർത്താവിനോട് ചോദിക്കരുത്, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കർത്താവിന്റെ ശാസനയെ നീ വെറുക്കരുത്. മടങ്ങി വാ ദൈവസന്നിധിയിലേക്ക്, കടന്നു വാ ദൈവസന്നിധിയിലേക്ക്. കർത്താവ് ദീർഘക്ഷമയുള്ളവനാ, മഹാദയുള്ളവനാ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നത് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട്. ഹല്ലേലൂയ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുക. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. സഭാപ്രസംഗി 12:13 നമ്മൾ കേട്ടു. അപ്പോൾ ഈ ദൈവ ഭയമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെവറൻസിങ് ഗോഡ്. നമുക്കറിയാം, സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഇത് തന്നെ സദൃശവാക്യങ്ങൾ 8:13 പറയുന്നുണ്ട്, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ടു ഹേറ്റ് ഈവിൾ, ഫിയർ ഓഫ് ഗാഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവഭയം, യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. എന്തിനാണ് നമുക്ക് ജ്ഞാനം വേണ്ടത്? വൈ ഡു വി നീഡ് വിസ്ഡം? വി നീഡ് വിസ്ഡം ടു മൂവ് ഫോർവേഡ്. മുന്നോട്ട് നടക്കുന്നതിന് നമുക്ക് വിസ്ഡം വേണം. തീരുമാനങ്ങൾ എടുക്കുന്നതിന് വിസ്ഡം നമുക്ക് വേണം. നന്നായി ജീവിക്കണമെങ്കിൽ വിസ്ഡം വേണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ വിസ്ഡം വേണം. കുടുംബജീവിതം നയിക്കണമെങ്കിൽ വിസ്ഡം വേണം. ജോലിയിൽ നന്നായിട്ട് ജോലി ചെയ്യണമെങ്കിൽ വിസ്ഡം വേണം. നമുക്ക് ബുദ്ധിയില്ലാത്തവരെ ആർക്കെങ്കിലും വേണോ? മന്ദബുദ്ധികളെ ആർക്കെങ്കിലും വേണോ? എവരിവൺ നീഡ്സ് വിസ്ഡം. നമ്മൾ ലോകത്തിന്റെ വഴികളാണ് അന്വേഷിക്കുന്നത് വിസ്ഡത്തിന് വേണ്ടി. ലോകത്തിന്റെ വഴികൾ വിസ്ഡത്തിന് വേണ്ടി അന്വേഷിക്കുന്നവര് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും വാങ്ങിച്ചേക്കാം, അവർ PhD-യിലൊക്കെ എത്തിയേക്കാം. പക്ഷേ ജീവിതത്തിൽ അവർ വിജയിക്കണമെന്നില്ല. ശരിയല്ലേ? എത്രയോ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ പേര് ഡിവോഴ്സായിട്ട് പോകുന്നു, ഇല്ലേ? എത്രയോ പേര് ഈ പകുതി ജീവിതത്തിൽ വെച്ച് ആൽക്കഹോളിനും അഡിക്ഷനും ഡ്രഗ്സിനും അഡിക്റ്റുകളായിട്ട് പോകുന്നു. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടല്ല, കുടുംബ മഹിമയുടെ കുറവ് കൊണ്ടല്ല, അവരുടെ ചെറുപ്പത്തിൽ അവരെ അപ്പനും അമ്മയും പഠിപ്പിക്കാഞ്ഞിട്ടത് കൊണ്ടൊന്നുമല്ല. പക്ഷെ എന്താ പറ്റിയെന്നറിയാമോ? സ്വർഗീയ ജ്ഞാനം അവരിലില്ല, ദൈവഭയം അവരിലില്ല, നാളെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിലില്ല. അവരുടെ ജീവിതം നിരാശ കൊണ്ട് നിറഞ്ഞിരിക്കുക, ഇരുട്ടവരെ മൂടിയിരിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദൈവത്തെ നീ ഭയപ്പെടുമ്പോൾ അവിടെ ജ്ഞാനം ആരംഭിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കിൻഡർ ഗാർഡനിൽ കുഞ്ഞുങ്ങളെ KG ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വിടാതെ 1, 2, 3, 4 ക്ലാസ്സുകളിലൊന്നും വിടാതെ നമ്മളൊരു കുഞ്ഞിന് ഒരു 10-14 വയസ്സുള്ള ഒരു കൊച്ചു ചെറുക്കനെ കൊണ്ടുവന്നിട്ട് 7-ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്ന് വെച്ചു. Will he be able to do anything there? KG, നമ്മൾ കൊച്ചു കുഞ്ഞിനെ KG വിട്ടില്ല, അക്ഷരങ്ങൾ അവനെ പഠിപ്പിച്ചില്ല, ABCD ഒന്നും പഠിപ്പിച്ചിട്ടില്ല. 1, 2, 1, 2, 3, 4 സ്റ്റാൻഡേർഡിൽ എങ്ങും പഠിപ്പിക്കാൻ വിട്ടില്ല, സ്കൂളിൽ എങ്ങും പഠിപ്പിക്കാൻ വിട്ടില്ല. ഇവൻ വലുതായി പോയല്ലോ, 14 years ആയി, ഇനിയും പോയി എങ്ങനെ KG-യിൽ ഇരുത്തുന്നത്, കിൻഡർ ഗാർഡനിൽ വിടുന്നതെന്ന് പറഞ്ഞിട്ട് ഇഫ് യു ടേക്ക് ഹിം ടു ഗ്രേഡ് 7 ക്ലാസ്സിൽ കൊണ്ടിരുത്തിക്ക് വല്ല പിടിയും കിട്ടുമോ അവന്? അക്ഷരം വായിക്കാൻ അറിയാമോ? 2+3 എക്ലാസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? മേളിലോട്ട് നോക്കിയിരിക്കും. കാരണം എന്താണെന്നറിയാമോ? He didn't know the ABCD. He didn't know the beginning. He didn't understand these things. ഇതാണ് അനേക ദൈവമക്കൾക്ക് പറ്റിയിരിക്കുന്നത്. Fear of God is the beginning of wisdom. Fear of God is the ABCD. Without the fear of God, they start preaching now. They start singing now. They start writing songs. ദൈവത്തെ ഭയപ്പെടാൻ അറിയാതെ പ്രസംഗിക്കാൻ ഇറങ്ങിയിരിക്കുക, ദൈവത്തെ ഭയപ്പെടാൻ അറിയാതെ പാട്ടുകൾ എഴുതാൻ ഇറങ്ങിയിരിക്കുക, ദൈവത്തെ ഭയപ്പെടാൻ അറിയാതെ വർഷിപ്പിലിരിക്കാൻ ഇറങ്ങിയ, ദൈവത്തെ ഭയപ്പെടുവാൻ അറിയാതെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, ദൈവത്തെ ഭയപ്പെടുവാൻ അറിയാതെ ദൈവവചനം സുവിശേഷിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, where are we going? Where is the church going these days? Without the fear of God. ദൈവഭയമില്ലാതെ. വചനം പറയുന്നു, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് പിതാവും നീ എനിക്ക് പുത്രനും പുത്രിയുമായിരിക്കത്തുള്ളൂ. നീ വേർപെടേണ്ടതായിട്ടുള്ള അനുഭവത്തിൽ നീ വേർപെടണം, കർത്താവിനെ ഭയപ്പെടണം. പ്രൈസ് ഗാഡ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 111:11 എഴുതിയിരിക്കുന്നു, The fear of the Lord is the beginning of wisdom. ആ വാക്യം ഒന്ന് എഴുതിക്കുക. അതിനകത്ത് കണ്ടിന്യൂ ചെയ്തിട്ട് പറയുന്നുണ്ട്, ആ വാക്യം നിങ്ങളൊന്ന് എഴുതേ. അതിനെ ആചരിക്കുന്ന എല്ലാവർക്കും ബുദ്ധിയുണ്ടെന്ന് എഴുതിയിരിക്കുന്നു. ആരെങ്കിലും ഒന്ന് വായിച്ച സങ്കീർത്തനങ്ങൾ.
യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ചിന്തിച്ചു നോക്കിയേ, ദൈവത്തിന്റെ വചനത്തെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്ന്. സത്യമല്ലേ അത്? ദൈവത്തെ ആര് ഭയപ്പെടുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കിയേ, ആ വ്യക്തി കുബേരനൊന്നും ആയിരിക്കത്തില്ല, വലിയ ധനവാനൊന്നും ആയിരിക്കത്തില്ല, വലിയ വിദ്യാഭ്യാസ സമ്പന്നനൊന്നും ആയിരിക്കത്തില്ല, PhDs ഒന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ വലിയ പേര് കഴിഞ്ഞിട്ട് ഒത്തിരി ഡിഗ്രികളൊന്നും കാണത്തില്ലായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിയുണ്ട്. ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം, നിത്യതയിലെത്തുവാനുള്ള വഴി ആ വ്യക്തിക്കറിയാം. കാരണം എന്നറിയാമോ? യഹോവ ഭക്തി. യഹോവ ഭക്തി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഫിയർ ഓഫ് ഗാഡ്. യഹോവ ഭക്തി എന്നുള്ളത് യഹോവ ഭയം, ദൈവഭയം. ദൈവഭയമുള്ള വ്യക്തിക്ക് ബുദ്ധിയുണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ ദൈവവചനത്തിൻ്റെ ആലോചനകളെ ആ വ്യക്തി സ്വീകരിക്കുമെന്ന്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ പോക്ക് പോയാൽ എവിടെ നമ്മൾ പോകും? ചിന്തിച്ചു നോക്ക്. ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് നോക്ക്. ആ വ്യക്തികളുടെയൊക്കെ ബാങ്കിൽ എത്രമാത്രം ബാലൻസ് ഉണ്ട്, ആ വ്യക്തികൾക്കൊക്കെ എത്ര വിദ്യാഭ്യാസമുണ്ട്, ആ വ്യക്തികൾക്കൊക്കെ എത്ര കുടുംബ സ്വത്തുക്കളുണ്ട്. പക്ഷെ വല്ല പ്രയോജനവുമുണ്ടോ ജീവിതത്തിന്റെ അന്ത്യനാളുകളിലേക്ക് വരുമ്പോൾ? നീ നിത്യതയെ സമീപിക്കുമ്പോൾ, ഈ ലോകം വിട്ടുപോകുന്ന നാളുകളിൽ നിന്റെ ഏതെങ്കിലും credentials, will any credentials stand by you? No, never. It will be too late for you to think about it or come back and correct your life. ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിന്റെ ജീവിതത്തെ കറക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം നീ വൈകി പോകും. Hallelujah. Don't waste your time, my brother, my sister. Don't waste. Hallelujah. മുന്നോട്ടുള്ള കുറച്ച് സമയം 2 പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, ദി എവിഡൻസ് ഓഫ് റെവറൻസ്. ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സഹോദരങ്ങളെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളുണ്ടാകാം, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്തെന്താ? Hallelujah. How do we know that I truly fear God? ദൈവത്തെ ഞാൻ യഥാർത്ഥമായി ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ്. നമ്പർ 1, in our worship. നമ്മുടെ ആരാധനയിൽ അത് വെളിപ്പെടും. വർഷിപ്പ് ഈസ് നോട്ട് ആൻ എൻ്റർടൈൻമെൻറ്റ്, ഇറ്റ് ഈസ് ആൻ എൻകൗണ്ടർ വിത്ത് എ ഹോളി ഗാഡ്. ഇന്ന് അനേകർക്ക് വർഷിപ്പ് എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു വർഷിപ്പ്? ഭയങ്കരമായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്ത്. എന്തൊരു പാട്ടായിരുന്നറിയാമോ? താളമേള കൊഴുപ്പുകൾ, അതൊന്നും വേണ്ടെന്നല്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, താളമേള കൊഴുപ്പുകളോടുകൂടെ തന്നെ ദൈവത്തെ ആരാധിക്കണമെന്ന്. സങ്കീർത്തനം 150 ഒന്ന് പഠിച്ചാൽ നിങ്ങൾ 148 മുതലുള്ള സങ്കീർത്തനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ വാദ്യങ്ങളോടും എല്ലാ താളമേള കൊഴുപ്പുകളോടും കൈത്താളങ്ങളോടും ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടും യഹോവയെ സ്തുതിക്കാൻ പറയുന്നുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ദൈവഭയമില്ല. ഇതൊരു എൻ്റർടൈൻമെൻ്റായിട്ട് മാറിയിരിക്കുന്നു, ഒരു പെർഫോമൻസായി മാറിയിരിക്കുന്നു, ഒരു പ്രകടനമായി മാറിയിരിക്കുന്നു, ഇതൊരു കാണിക്കലായി മാറിയിരിക്കുന്നു. വൈ? ടു ഇംപ്രസ് ദ പീപ്പിൾ ഹു ആർ കമ്മിങ്. കടന്നു വരുന്നവരെ ഇംപ്രസ് ചെയ്യുവാനുള്ള ഒരു പെർഫോമൻസായി, ഒരു റിയാലിറ്റി ഷോ ആയി ദൈവസഭയുടെ മധ്യത്തിൽ ആരാധന മാറുന്നു. നമ്മുടെ ആരാധന കാണുമ്പോൾ അറിയാം നാം ദൈവത്തെ ഭയപ്പെടുന്നവരാണോ. അത് വെദർ ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് വർഷിപ്പ് ഓർ എൻ ഇൻഡിവിജ്വൽ വർഷിപ്പ്, അത് നമ്മുടെ ഒറ്റയ്ക്കുള്ള ആരാധനയായിക്കൊള്ളട്ടെ, കൂട്ടായ ആരാധനയായിക്കൊള്ളട്ടെ, ഇതിൻ്റെ മധ്യത്തിൽ നമുക്കറിയാം നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ. മുമ്പേ പറഞ്ഞതുപോലെ ദൈവം ആരെന്ന് പറഞ്ഞ് ദൈവസന്നിധി നാം നിൽക്കുമ്പോൾ നമ്മുടെ മുഖം കണ്ടാൽ അറിയാം കേട്ടോ ദൈവസന്നിധി നാം നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, സകല ഭൂമിയും ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കട്ടെ. എനിക്കറിയാം ഈ വചനം ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കമൻറ്റുകൾ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഐ ഡോണ്ട് കെയർ ഇറ്റ്, ഐ ആം സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഹല്ലേലൂയ. സകല ഭൂമിയും ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കട്ടെ. ദൈവം എവിടെ വന്നിട്ടുണ്ടോ അവിടെ ജനം മിണ്ടാതിരുന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായവും ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ദൈവമഹത്വം സീനായി മരുഭൂമിയിലേക്ക്, സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എത്ര. അതുപോലെ ലൂക്കോസിന് ശേഷം 9-ാം അധ്യായം, മർക്കോസിന് ശേഷം 9-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, അവിടെ ട്രാൻസ്ഫിഗറേഷൻ നമുക്ക് കർത്താവ് മോശയോടും ഏലിയാവിനോടും ഒക്കെ സംസാരിക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. മറുരൂപമല അവിടെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ശിഷ്യന്മാർക്ക് ഭയന്ന് നിൽക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട് അല്ലേ.
ദൈവമഹത്വം ഇറങ്ങി വരുന്നിടത്ത്, ദൈവസാന്നിധ്യം വരുന്നിടത്ത് മനുഷ്യൻ ഭയക്കും. കർത്താവിന്റെ കൂടെ നടന്ന വ്യക്തികൾ പോലും ഭയക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട മഹത്വപൂർണനായ സർവശക്തനായ കർത്താവിനെ കണ്ടപ്പോൾ അവന്റെ കൂടെ 33 വർഷം അവനെ അറിയാമെന്ന, 3 വർഷം അവന്റെ കൂടെ ശിഷ്യനായിരുന്ന യോഹന്നാൻ പോലും മരിച്ചവനെ പോലെ അവന്റെ മുമ്പിൽ വീണെന്ന്. വിശ്വസിക്കാൻ കഴിയുമോ സഹോദര സഹോദരി? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നിടത്ത് ദൈവ ഭയമുണ്ടാദ്യം. ദൈവഭയത്തിൽ നാം ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹീബ്രൂസ് 12:28-29 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കി. അവിടെ എഴുതിയിരിക്കുന്നു, ആകയാൽ ഇളകാത്ത രാജ്യം. ആരെങ്കിലും ഒന്ന് വായിച്ചേ? ഹീബ്രൂസ് ചാപ്റ്റർ 12. സമയമില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ഒന്ന് വായിച്ചേ. ഇളകാത്ത രാജ്യം. ഹീബ്രൂസ് 12:28-29. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. കർത്താവ് നമ്മുടെ സർവീസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിലുണ്ടല്ലോ, അത് ഏത് ഇന്റൻഷനിലൂടെ വന്നതാണെന്ന് കർത്താവ് നോക്കും കേട്ടോ. ഭക്തിയിലൂടെയും ഭയത്തിലൂടെയുമുള്ള സേവ മാത്രമാണ് ദൈവപ്രസാദമുള്ള സേവ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിയിൽ നിന്നും, നമ്മുടെ ഇലോക്വൻസിൽ നിന്നും, നമ്മുടെ ക്ലവർനെസ്സിൽ നിന്നും വരുന്നതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് എത്രയോ കഴിവുള്ളവരുണ്ട്, ഏതൊക്കെ രീതിയിൽ സ്കിൽഡ് ആയിരിക്കുന്നവരുണ്ട്, ഏതൊക്കെ രീതിയിൽ ഗിഫ്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. നമുക്ക് ഒരു 10-25-30 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പാവപ്പെട്ട അപ്പച്ചന്മാരുണ്ടല്ലോ, വിശ്വാസം നിമിത്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവര് അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ. അവരുടെയൊക്കെ ജീവിതം നമുക്കറിയാം. പെന്തക്കോസ്ത് സഭയുടെ ആദ്യ നാളുകളില് ദൈവഭക്തന്മാരും ഭക്തകളും അനുഭവിച്ച കഷ്ടപ്പാടുകൾ അറിയാം. അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയേ. ഇന്ന് നമ്മൾ പാടുന്ന പോലുള്ള പാട്ടുകൾ പാടുവാൻ അവർക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്ന വചനങ്ങൾ പറയുവാനുള്ള വചന പ്രാഗൽഭ്യം അവർക്കില്ലായിരുന്നു. ഇന്ന് നമ്മളോടൊരു ബൈബിൾ ക്വിസ് ഇട്ട് കഴിഞ്ഞാൽ 100 നമ്മൾ വായിക്കും. അകം പുറം വചനം മുഴുവൻ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അതിനെ പ്രസന്റ് ചെയ്യുവാനുള്ള ശൈലികൾ നമുക്കറിയാം. അതിനെ എഴുതി പിടിപ്പിക്കുവാനുള്ള ശൈലികൾ അറിയാം. ഇതൊന്നും ആ ഭക്തന്മാർക്കും ഭക്തകൾക്കും ഇല്ലായിരുന്നു. പക്ഷെ അവർക്കുണ്ടായിരുന്നത് ഒന്നുണ്ടായിരുന്നു, ദൈവം അവരിൽ പ്രസാദിച്ചിരുന്നു. ദൈവപ്രസാദം അവർക്കുണ്ടായിരുന്നു. കാരണം ഇപ്പൊ സഹോദരി വായിച്ചതുപോലെ അവരുടെ ശുശ്രൂഷ ഭക്തിയിലും ഭയത്തിൽ നിന്നുള്ള ശുശ്രൂഷയായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. റെവലേഷൻ 14:7 വെളിപ്പാട് പുസ്തകം 14:7 അവിടെ നമുക്കറിയാം. ഞാൻ ഇതൊക്കെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. യൂട്യൂബിലുണ്ട്, ആർക്കെങ്കിലും പോയി കേൾക്കണമെങ്കിൽ കേൾക്കാം. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ആകാശ മധ്യേ ഒരു ദൂതൻ പറക്കുന്നുണ്ട്. ദൂതൻ പറന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, സകല ഭൂവാസികളോടുമുള്ളത്, സകല ഗോത്രക്കാരോടും ഭാഷക്കാരോടും വംശങ്ങളോടും പറയുവാൻ തക്കവണ്ണം അവന്റെ കയ്യിൽ ഒരു നിത്യ സുവിശേഷമുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ആ നിത്യ സുവിശേഷം എന്താണെന്നറിയാമോ? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവിൻ. അതാണ് നിത്യസുവിശേഷം. ഹല്ലേലൂയ. എനിക്ക് സമയമില്ല അവിടെ പോയി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ തക്കവണ്ണം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവാൻ. ഫിയർ ഗോഡ് ആൻഡ് ഗിവ് ഹിം ഗ്ലോറി. This was the eternal gospel that angel was preaching about to whole nations. നമ്മൾ മറന്നു പോകരുത്. ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, സാറാഫുകൾ ദൈവത്തെ ഭയപ്പെടുന്നു. അവർ 2 കൊണ്ട് കൺമൂടി, 2 കൊണ്ട് കാൽപാദം മൂടി, 2 കൊണ്ട് പറന്നു നിന്ന് ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ്, അത്യുന്നതനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വം കൊണ്ട് സകല ഭൂമി നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് അവർക്ക് ദൈവത്തെ നോക്കാൻ പറ്റത്തില്ല? കാരണം പരിശുദ്ധിയിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. അവർ ഒരു പാപവും ചെയ്തവരല്ല സാറാഫുകൾ. സെറാഫിംസ്, they never sinned. Right from the day they were created up until then they were living in the throne room of God. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും മാത്രമാണ് അവർ നിന്നത്. They never sinned, but still they are so much afraid to see the glory of God. ദൈവത്തോട് കൂടുതൽ നാം അടുത്ത് വരുമ്പോൾ ദൈവഭയം നമ്മളിൽ കൂടുതൽ വർദ്ധിക്കും. ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ടാണ് ചില ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് സാധാരണക്കാരുണ്ട്, ഇന്നലെ ഇങ്ങോട്ട് കടന്നു വരുന്നുള്ള, അല്ല 30 വർഷം മുമ്പ് കടന്നു വന്നവരുണ്ട്. അവർ കാഷ്വലായിട്ട്, അതായത് ദൂതന്മാർ വിറയ്ക്കുന്നിടത്ത് ഭോഷന്മാർ ഡാൻസ് ചെയ്യും. ശരിയല്ലേ? ദൂതന്മാർ വിറയ്ക്കുന്നിടത്ത് ഭോഷന്മാർ നിന്ന് ഡാൻസ് ചെയ്യും. ഞങ്ങൾക്കിതൊന്നും, വി ഡോണ്ട് കെയർ ദാറ്റ്.
അങ്ങനെയാ പറയുന്നത്. പക്ഷെ ചില ഭക്തന്മാരെ നോക്കിക്കേ, അവർ ദൈവസന്നിധിയിലേക്ക് വരുന്നത് ഭയത്തോടെയാണ് കടന്നു വരുന്നത്. അവർ പാടുന്നത് ഭയത്തോടെയാ. ചില പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ അവർ പാടത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ആ പാട്ടിൽ പറയുന്ന വരികൾ എൻ്റെ ജീവിതത്തിൽ സത്യമല്ല, പിന്നെ എനിക്ക് എങ്ങനെ പാടാൻ പറ്റും? ഞാൻ ദൈവസന്നിധിയിൽ കള്ളമല്ലേ പാടുന്നത്, അത് പേടിച്ച് പാടത്തില്ല. നമ്മൾ എവിടെ തുടങ്ങിയെന്നും എവിടെ തീർത്തെന്നും നമുക്കൊരു പിടിയുമില്ല. ഡ്രമ്മിൻ്റെ താളത്തിനൊത്ത്, കീബോർഡിൻ്റെ താളത്തിനൊത്ത് നമ്മൾ പാടി പോവുക. എന്താ പാടിയെന്ന് ഒരു വിവരവും നമുക്കില്ല. പക്ഷെ ഭക്തന്മാർ അങ്ങനല്ല പാടുന്നത്. ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് അങ്ങനല്ല. കാരണം അവർക്കറിയാം, ഞാൻ പാടുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ പാദപീഠത്തിലാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ പാദപീഠത്തിലാണ്, ഞാൻ പറയുന്ന ഓരോ വാക്കും സത്യമല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നേരുച്ചരിക്കുവാൻ എനിക്ക് കഴിയത്തില്ലെങ്കിൽ ഞാൻ മിണ്ടാതെയിരിക്കും. ദൈവസന്നിധിയോട് അടുക്കും തോറും ആ വ്യക്തിക്ക് ഭയമുണ്ടാകും. അതാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സാറാഫുകൾ ഭയപ്പെടുന്നു ദൈവത്തെ. അവർ ഏറ്റവും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ് ആ സാറാഫുകൾ. അതുകൊണ്ട് അവർ അത്രമാത്രം ദൈവത്തെ ഭയപ്പെടുന്നു. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ഹൗ ഡു വി നോ ദാറ്റ് വി റെവറൻസ് ഗോഡ്? ഹൗ ഡു വി നോ ദാറ്റ് വി ഫിയർ ഗോഡ്? ഇറ്റ് ഈസ് വിസിബിൾ ഇൻ അവർ വർഷിപ്പ്. Whether it is a corporate worship or a personal worship, the fear of God will reflect there. Hallelujah. We will have least interest in impressing somebody. കടന്നു വന്നവരെ എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്നുള്ള ആഗ്രഹമൊന്നും നമുക്കുണ്ടാവത്തില്ല. അവരെൻ്റെ പാട്ട് കേട്ട് കൈയടിക്കണമെന്നൊന്നുമില്ല. ഹല്ലേലൂയ. ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിനിൽ പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ആരാധനയിൽ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് വാട്ട് they are concerned with. Hallelujah. അടുത്തത്, in our obedience. How do we know that we reverence God? How do we know that we fear God? In our obedience. ഒന്ന്, in our worship, day to day worship. രണ്ട്, in our obedience, നമ്മുടെ അനുസരണ. നമ്മുടെ അനുസരണയാണ് നാം ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവ്. യോഹന്നാന്റെ സുവിശേഷം 14:15-23 വാക്യങ്ങളിൽ കർത്താവ് പഠിപ്പിക്കുന്നു. എന്തോന്നറിയാമോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ ആചരിക്കും. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൽപ്പന എന്ന് പറഞ്ഞാൽ 1-2 കൽപ്പനയുള്ളൂ. എന്ന് വെച്ചാൽ സ്നാനപ്പെട്ടോ എന്നുള്ളതാണ് ഒരു കൽപ്പന. ബാക്കി കൽപ്പനയൊന്നും നമുക്ക് വിഷയമല്ല. ദൈവവചനത്തിൽ എത്രയോ കൽപ്പനകളുണ്ട്. പഴയ നിയമത്തിൽ തന്നെ 613 കൽപ്പനകളുണ്ട്. പുതിയ നിയമത്തിൽ 1057 കൽപ്പനകളുണ്ട്. 613 commandments in the Old Testament and 1057 commandments in the New Testament. പക്ഷെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കൽപ്പനയുള്ളൂ. നമ്മൾ ചോദിക്കുന്നില്ല, കൽപ്പന അനുസരിച്ചാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്നാനപ്പെട്ടതാണെന്ന് വന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, കർത്താവ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്, ദൈവത്തെ നാം ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ്, ദൈവത്തിൻ്റെ ആലോചനകളെ, ഉപദേശത്തെ നാം സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നാം അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കും. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിനും, പക്ഷേ നമുക്കറിയാവുന്ന കാര്യം അതിന് മുന്നോട്ട് പോകാം. നമ്പർ 1, we heard. How do we know that we reverence God? In our worship. നമ്മുടെ ആരാധന. വർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജനസിസ് 22 വന്നു കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് വർഷിപ്പ് എന്നുള്ള വാക്ക് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ബൈബിളിൽ. അത് ഇൻ കണക്ഷൻ വിത്ത് വാട്ട്? എബ്രഹാം സാക്രിഫൈസിങ് ഐസക് ഓൺ ദി ഓൾട്ടർ. യാഗപീഠത്തിൻ്റെ മേൽ തൻ്റെ മകനെ വെച്ചുകൊണ്ട് എബ്രഹാം അതിനെ ബന്ധപ്പെടുത്തിയാണ് ബാല്യക്കാരോട് പറയുന്നു, ഞാനും മകനും ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും വിലയേറിയതിനെ യാഗപീഠത്തിൻ്റെ മേൽ കൊടുക്കുന്നത് ആരാധന. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നെ തന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭാവിയെ ഞാൻ വലുതെന്ന് കാണുന്നതൊക്കെയും കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിനായി അങ്ങയുടെ യാഗപീഠത്തിൻ്റെ മേൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേക്കാൾ വലുതായി ഈ പ്രപഞ്ചത്തിന് എനിക്കൊന്നുമില്ല. ഇത് ആരാധന. ആ ആരാധന കാണുമ്പോൾ നമുക്കറിയാം നാം ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ. അതൊന്ന് കേട്ടു. 2, ഇൻ അവർ ഒബീഡിയൻസ്, നമ്മുടെ അനുസരണ. നാം വചനം കേൾക്കുമ്പോൾ നടുങ്ങുമോ? നാം വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുമോ? ഓ കർത്താവേ, ഇത് എന്നോടുള്ള ദൂതാണെന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാവ് വിറയ്ക്കുന്നെങ്കിൽ നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാ. അതല്ല ഈ പറയുന്ന എൻ്റെ പുറകെ ഇരിക്കുന്ന ആളാണെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. പിശാചിനെ പോലെ തന്നെ നീ അഹന്തയും അഹങ്കാരവും ഉള്ളവളാണ്. നമ്പർ 3, ഇൻ അവർ ഡെയിലി ലൈഫ്, നമ്മുടെ അനുദിന ജീവിതത്തിൽ
ഇത് വെളിപ്പെടും. ബിക്കോസ് റെവറൻസ് ഓഫ് ഗോഡ് ചേഞ്ചസ് അവർ ആറ്റിറ്റ്യൂഡ്സ്. നമുക്ക് ദൈവത്തോടുള്ള ഭയം നമ്മുടെ എല്ലാ രീതികളെയും മാറ്റും. ഒന്ന് എന്തോന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം പോയി കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ 7 മുഖങ്ങളെ കാണാൻ പറ്റും. വെളിപാട് പുസ്തകത്തിൽ 7 ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ ആ 7 ആത്മാവ് എന്താണെന്നുള്ളത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഏറ്റവും അവസാനം പറയുന്നു യഹോവ ഭക്തിയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ യഹോവ ഭക്തി ആദ്യം ഉണ്ടാകും. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ എന്തോന്നറിയാമോ? യഹോവ ഭക്തി ആദ്യം ഉണ്ടാകും. മനസ്സിലാക്കണം ദൈവമക്കളെ, കൃപാവരങ്ങളൊക്കെ നമുക്ക് കിട്ടും. കർത്താവ് ആഗ്രഹിക്കുന്ന വണ്ണം, കർത്താവ് ഇഷ്ടപ്പെടുന്ന വണ്ണം, അവിടുത്തെ ഇഷ്ടപ്രകാരം അവിടുന്ന് ആഗ്രഹിക്കുന്ന കൃപാവരങ്ങളെ നമുക്ക് തരും. പക്ഷേ അതിനേക്കാൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഫിയർ ഓഫ് ഗാഡ്, ദൈവഭയമാ. ഇന്ന് അനേകർക്ക് ദൈവഭയമില്ല, അഭിഷേകം പ്രാപിച്ചവരാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഹൗ ഡസ് ദാറ്റ് ഫോർമുല വർക്ക്. ആ ഫോർമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദൈവഭയവുമില്ല, പറയുന്നത് അഭിഷേകം പ്രാപിച്ചെന്ന്. ഐ ഡോണ്ട് നോ ദാറ്റ്. ഐ എം ലീവിങ് ഇറ്റ് ഫോർ യു ടു ഡിസൈൻ ഇറ്റ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ഗാഡ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? വി വോക്ക് ഹംബ്ലി. നമ്മൾ നടക്കുന്നത് താഴ്മയോടെ ആയിരിക്കും. കാരണം നമുക്കറിയാം ദൈവം എന്നെ കാണുന്നുവെന്ന്. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുന്നത് ട്രൂത്ത്ഫുൾ, സത്യമായിരിക്കും സംസാരിക്കുന്നത്. കാരണം ദൈവം എന്നെ കേൾക്കുന്നു എന്നറിയാം. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കും, കാരണം ദൈവം എന്നോട് ക്ഷമിച്ചെന്നറിയാം. മറ്റുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്യത്തില്ല, കാരണം ഞാൻ ജഡ്ജ് ചെയ്യപ്പെടുമെന്നറിയാം. മറ്റുള്ളവരെ നമ്മൾ അക്യൂസ് ചെയ്യത്തില്ല. ദൈവവചനം പറയുന്നു ഡെവിൾ ഈസ് ദി അക്യൂസർ. നമ്മൾ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറയുമ്പോൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ വി ആർ ഗിവിങ് ഹാൻഡ് ടു ദി ഡെവിൾ. പിശാചാണ് മറ്റുള്ളവരെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം പറയുന്ന ദുഷ്ടനെ കുറിച്ച് പറയുന്നുണ്ട്, പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമ്മൾ സഹോദരങ്ങളുടെ കുറ്റം പറയുന്ന ആളാണെങ്കിൽ, കുറ്റം പറയുന്നതിൽ സന്തോഷിക്കുന്നയാളാണെങ്കിൽ നാം ദൈവത്തോടു കൂടെ അല്ല നിൽക്കുന്നത്, പിശാചിന് കൈ കൊടുത്ത് ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് നിൽക്കുക പിശാചിൻ്റെ വശത്ത്. അപ്പോൾ ഇവിടെ ചിന്തിക്കണം, ഡേ ടു ഡേ ലൈഫിൽ വി നോ വെദർ വി ഫിയർ ഗാഡ്. ഹല്ലേലൂയ. അടുത്ത ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഹൗ ഡു വി നോ ദാറ്റ് വി ഫിയർ ഗാഡ്? ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? രണ്ടാമത്, വാട്ട് ആർ ദ റിവാർഡ്സ് ഓഫ് ദ ഫിയർ ഓഫ് ഗാഡ്? ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നുള്ളതാണ്. അതുകൂടെ കേൾക്കണം. ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷേ ഞാനത് പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ദ റിവാർഡ്സ് ഓഫ് റെവറൻസ്, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം. നമ്പർ 1, ഡിവൈൻ ഫേവർ. ദൈവപ്രസാദം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. മറന്നു പോകരുത്. സങ്കീർത്തനങ്ങൾ 147:11 പറയുന്നു, സാംസ് 147:11 അവിടെ പറയുന്നു, തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദം ഉണ്ടെന്ന്, നമ്മുടെ കുടുംബത്തിൽ ദൈവം പ്രസാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മുടെ മക്കളുടെ മേൽ ദൈവം പ്രസാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവം പ്രസാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മുടെ ജോലിസ്ഥലത്ത് ദൈവം പ്രസാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സ്റ്റാർട്ട് ഫിയറിംഗ് ഗാഡ്. ദൈവത്തെ ഭയപ്പെടണം. ഗോഡ് വിൽ ഗിവ് us ഡിവൈൻ ഫേവർ. നമ്മൾ മറന്നു പോകരുത്. യേശു കർത്താവിനെ കുറിച്ച് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് സ്നാനപ്പെട്ട് മുകളിലേക്ക് കുളത്തിൽ നിന്ന് കയറുന്ന സമയത്ത് സ്വർഗം തുറന്നിട്ട് പിതാവ് പറയുന്നൊരു വാക്കുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് പ്രസാദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രിയപുത്രനായതുകൊണ്ടാണ്. പ്രിയപുത്രനായത് എന്തുകൊണ്ടാണെന്നറിയാമോ? കഴിഞ്ഞ 30 വർഷക്കാലം, ലാസ്റ്റ് 30 years, the way Jesus lived before God. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ വന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ സഹോദരങ്ങളെ? ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദാറ്റ് ഈസ് നമ്പർ 1. 2, ഡിവൈൻ ഗൈഡൻസ്. ദൈവത്തിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മളെപ്പോഴും ആഗ്രഹിക്കും ദൈവപ്രസാദം എൻ്റെ ജീവിതത്തിൽ വേണമെന്ന്. ഫിയർ ഗാഡ്. 2, ദൈവത്തിൻ്റെ നടത്തിപ്പ്. എൻ്റെ ജീവിതത്തിലെ നടത്തിപ്പ്. കർത്താവെ, എനിക്ക് ആലോചന പറഞ്ഞു തന്നെ വഴി നടത്തണമെന്ന് നമ്മളെപ്പോഴും പറയത്തില്ലയോ? ലോർഡ് ഗിവ് മീ കൗൺസിലിംഗ് ആൻഡ് ഗൈഡ് മീ ഓർ ലീഡ് മീ ഓൺ. ദൈവമേ, എന്നെ മുന്നോട്ട് നടത്തണമേ. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് നടത്തണമേ. ദൈവമേ, വഴി നടത്തണമേ എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, ദൈവം വഴി നടത്തണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഫിയർ ഹിം. ദൈവത്തിൻ്റെ വചനം
സങ്കീർത്തനങ്ങൾ 25:12-14 വാക്യങ്ങൾ പറയുന്നു, യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. സി, യഹോവ ഭക്തനാണ്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു കൊടുക്കുന്നത്. അത് അടുത്ത വാക്യം വിട്ടിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ സഖിത്വം അവൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് ആർ വിത്ത് ദോസ് ഹു ഫിയർ ഹിം. ദൈവത്തിൻ്റെ സഖിത്വം, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂട്ട്, ദൈവത്തിൻ്റെ ആലോചന, ദൈവം തൻ്റെ രഹസ്യങ്ങളെ പറയുന്നത് അങ്ങനെയുള്ളവർക്കാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ 107-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നുണ്ട്, തൻ്റെ വഴികളെ അവൻ മോശയെ അറിയിച്ചു. രഹസ്യമാണ്, ദൈവം എവിടെയൊക്കെ ഉണ്ടെന്നും ദൈവത്തിന് ഇഷ്ടം എന്താണെന്നുള്ള സീക്രട്ടുകളൊക്കെ മോശയോട് പറഞ്ഞു. പിന്നെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെ കാണിച്ചു. ഇസ്രായേൽ മക്കൾ കാണുന്ന മന്ന പൊഴിയുന്നതും കാടപ്പക്ഷി വരുന്നതും പിന്നെ യെരിഹോ മതിൽ വീഴുന്നത്, ചെറിയായിട്ട് യോർദൻ രണ്ടായിട്ട് നിൽക്കുന്നത്, ചെങ്കടൽ മാറുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കരം ആർക്കാ മനസ്സിലായത്? മോശയ്ക്ക്. എന്തുകൊണ്ടാണ് മോശ ദൈവത്തെ ഭയപ്പെട്ടു? ഡു യു വോണ്ട് ടു നോ ദ സീക്രട്സ് ഓഫ് ഗാഡ്? മൈ ബ്രദർ, മൈ സിസ്റ്റർ, ഫിയർ ഗാഡ്. ഹി വിൽ റിവീൽ ഇറ്റ് ടു യു ആൻഡ് ടു മീ. പ്രൈസ് ഗാഡ്. അമേസിങ്. ഇതൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. സോ നമ്പർ 1, ഡിവൈൻ ഫേവർ. ദൈവപ്രസാദം ഉണ്ടാക്കുവാൻ ദൈവത്തെ ഭയപ്പെടുക. ഡിവൈൻ ഗൈഡൻസ്, ദൈവിക നടത്തിപ്പിന് വേണ്ടി ദൈവത്തെ ഭയപ്പെടുക. 3, ഫൈനൽ പോയിന്റ്. ഇത് പറഞ്ഞ് ഞാൻ നിർത്തുക 2 മിനിറ്റ്സിനുള്ളിൽ. ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക കരുതലിനായി ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിൻ്റെ കരുതൽ വേണമെന്നുണ്ടോ നമുക്ക്? കർത്താവേ, എൻ്റെ പ്രാണനെ സൂക്ഷിച്ചോണേ, എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണേ, എൻ്റെ സഹോദരങ്ങളെ സൂക്ഷിക്കണമേ. ഡു യു വോണ്ട് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ് ഓവർ യുവർ ലൈഫ്? ബെറ്റർ ഫിയർ ഹിം. 14-ാമത്തെ സദൃശവാക്യങ്ങൾ 14:26 പറയുന്നു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. അവിടെ പറയുന്നത് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്, അല്ലേ? സ്ട്രോങ് കോൺഫിഡൻസ് എന്നാണ്. യഹോവ ഭക്തൻ സ്ട്രോങ് കോൺഫിഡൻസ് ഉണ്ട്, ധൈര്യമുണ്ടെന്നാണ്. പേടിത്തൊണ്ടനായിരിക്കത്തില്ല. ആരെങ്കിലും വാള് വീശിയാൽ പെട്ടെന്ന് യേശുവിനെ തള്ളി പറയുന്നവനല്ല യഹോവ ഭക്തൻ. അവൻ ധൈര്യമുള്ളവനാണ്. അതുമാത്രമല്ല, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടെന്ന്. ദേ ഓൾസോ വിൽ ഹാവ് എ പ്ലേസ് ഓഫ് റെഫ്യൂജ് ഇൻ ഗാഡ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. ഇന്ന് ചിലപ്പോൾ അവരുടെ ബാലിശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചേക്കും. പക്ഷേ നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ ശരണമായിരിക്കും ഒരു നാൾ. നിങ്ങൾ ചിന്തിക്കണമേ, ശലോമോൻ തെറ്റ് ചെയ്തിട്ട് 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൽ ശലോമോൻ ചെയ്ത ഇത്ര വലിയ ഭീകരമായ തെറ്റുകളുണ്ടായിട്ടും അവൻ്റെ ജീവിത സമയത്ത് ആ രാജ്യത്തെ, ആ ഇസ്രായേലിനെ 2ആയിട്ട് വെട്ടിമുറിച്ചില്ല ദൈവം. എന്തുകൊണ്ട്? ദാവീദിനോടുള്ള സ്നേഹം കൊണ്ട്. ദാവീദിനെ ഓർത്തത് കൊണ്ട്. ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ കാലത്ത് അത് ചെയ്യാതെ ശലോമോൻ്റെ മകനായ രഹബയാവിൻ്റെ കാലത്താണ് 10 ഗോത്രങ്ങളെ ഒന്നും 2 ഗോത്രങ്ങളെ മറ്റതുമായിട്ട് ഇസ്രായേൽ രാജ്യത്തെ, ആ രാജവംശത്തെ വെട്ടിമുറിച്ചത് ദൈവം. ചിന്തിക്കണമേ, എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ഡേവിഡ്. ഡേവിഡ് വാസ് ഹോണസ്റ്റ് ബിഫോർ ഗാഡ്, സോ ഹി ഹോണേഡ് ഹിസ് സൺ ദോ ഹി ബിക്കേം വിക്കറ്റ്. മറന്നു പോകരുത്. എനിക്ക് ആ ഭാഗത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഞാനത് നിങ്ങൾക്ക് വിടുകയാണ്. അപ്പോൾ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. അതുപോലെ സങ്കീർത്തനങ്ങൾ 34:7, Psalms 34:7, യഹോവയുടെ ദൂതന്മാർ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. അമേസിങ്. നീ ആകാശത്തിൽ കൂടെ പറന്നു പോയാലും ശരി, ഫ്ലൈറ്റിലിരുന്നാലും ശരി, യഹോവയുടെ ദൂതന്മാർ പാളയം ഇറങ്ങി. നീ കാണുന്ന എയർ ഹോസ്റ്റസിനെയും ക്രൂ മെമ്പേഴ്സിനെയും ഒക്കെ ആയിരിക്കും, പക്ഷേ അതിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്റെ കൂടെ ഉണ്ട്. കാരണം നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണ്. നീ വാഹനം ഓടിച്ചു പോകുന്നിടത്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്റെ സീറ്റിനപ്പുറത്തുണ്ട്. മറന്നു പോകരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ. സങ്കീർത്തനക്കാരനാണ് പറയുന്നത്. ഉറപ്പാ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. യഹോവയുടെ ഭക്തന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ അവരുടെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. വലിയൊരു സെൻട്രി, വലിയൊരു പാളയം ഇറങ്ങി അവരെ എൻക്യാമ്പ് ചെയ്യുമെന്നാണ്. നമ്മളെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ചുറ്റും മിലിറ്ററി അങ്ങാടി നിരന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് സേഫാ അല്ലേ? 1-ാം പട്ടാളം, അമേരിക്കൻ കപ്പൽ ഇതുപോലെ 1, 2, 3, 4, 5, 6, 7 എന്നും പറഞ്ഞ് നിരന്ന് കഴിഞ്ഞാൽ അതിനെ ഭേദിച്ച് നമ്മളുടെ ആർക്കെങ്കിലും എത്താൻ പറ്റുമോ? ഇവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് പാളയം ഇറങ്ങുമെന്ന്. ഫിയർ ഗോഡ്. ലാസ്റ്റ് പോയിന്റ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ശത്രുവിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. ഐസയ്യാ 54:17, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല.
ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. അടുത്ത വാക്യം കൂടെ വായിക്കും സിസ്റ്റർ. കണ്ടോ, ഇന്ന് നോക്കിയേ, യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാണ്. കണ്ടോ, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന, നിനക്കെതിരെ കുറ്റം വിധിക്കുന്നവരെ നീ ജയിക്കുമെന്ന്, നിനക്കെതിരെ പണിയുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. നമുക്ക് പേടി, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ, ജോലി സ്ഥലത്ത് ആരെങ്കിലും എനിക്ക് പാര വെക്കുമോ, അല്ലേ നമ്മുടെ പ്രശ്നം. കർത്താവ് പറയുന്നു, ഒരുത്തനും നിൻ്റെ അടുത്ത് തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. യഹോവ ഭക്തന്മാർക്ക് ദൈവം കൊടുക്കുന്ന സ്പെഷ്യൽ പ്രിവിലേജ് അത്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. വി നീഡ് ടു ഫിയർ ഗാഡ്. ദൈവത്തിന് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് ദൈവത്തിന് നമുക്ക് ഭയപ്പെടാം. എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.